ഇന്ന് വരെ രാജ്യത്തുണ്ടാവാത്ത തരത്തിലേക്കുള്ള വലിയ ഒരു പിന്നെ അധികാരം വല്ലാതെ ദുരുപയോഗപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളുടെ അവകാശം പോലും ഈ തരത്തിൽ പിടിച്ചു വെക്കുന്ന ഒരു സമീപനം ഇതിനകത്ത് വന്നിട്ടുണ്ട്. മർക്കടമുഷ്ടി കാണിക്കുക ഒരു സംസ്ഥാനത്തിന് നേരെ, ഒരു ബ്ലാക്ക് മെയിലിംഗ് എന്നോ ഒരു നമ്മളെ പിടിച്ചു വെച്ചിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ എല്ലാം മുടക്കുമെന്ന് പറയുന്ന സമീപനമാണ്. ഇത് ഒരു എലിജിബിൾ ആയിട്ടുള്ള പണമാണ്, കിട്ടേണ്ടതാണ്, അതിനകത്ത് കണക്ട് ചെയ്യുന്ന കാര്യമല്ല. പക്ഷേ കേസ് പിൻവലിച്ചാലേ തരൂ എന്ന് പറഞ്ഞാൽ കേസ് ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യുന്നതിന് യൂണിയൻ ഗവൺമെൻറ്റിന് താല്പര്യമില്ല എന്നുള്ള വ്യക്തമാണല്ലോ. കേസിനകത്ത് എന്തൊക്കെയോ കാര്യമുണ്ട്, അതുകൊണ്ട് കേസ് പിൻവലിക്കണം. കേസിനകത്ത് പറയുന്നതിനകത്ത് അടിസ്ഥാനമുണ്ട്. ഇപ്പോൾ കേസ് നടത്തുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. കേസ് കൊടുത്തതിൻ്റെ അനിഷ്ടം കേന്ദ്രം കേരളത്തിനെതിരെ കാട്ടുകയാണ്. ഇപ്പോൾ ധനകാര്യമന്ത്രി സംസാരിച്ചത് നമ്മൾ കേട്ടു. ധനമന്ത്രി എന്ന നിലയിൽ ഈ അനുഭവമാണ് KN ബാലഗോപാൽ പങ്കുവച്ചത്. നൽകാനുള്ള പണം നൽകണമെങ്കിൽ കേസ് പിൻവലിക്കണം എന്നാണ് ഭീഷണി. ഭരണഘടനയെ അംഗീകരിക്കാത്ത നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും ധനമന്ത്രി വിമർശിച്ചു. ധനപ്രതിസന്ധി കേസിൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് സംസ്ഥാനത്തെ സാരമായി ബാധിക്കുന്നതാണ്. ഇത് കേന്ദ്ര സംസ്ഥാന ബന്ധത്തെയും ബാധിക്കും. കേസ് കൊടുത്തില്ലെങ്കിലും സംസ്ഥാനത്തിന് ന്യായമായി ലഭിക്കേണ്ടതിനെക്കുറിച്ചാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഭരണഘടനയെ അംഗീകരിക്കാത്ത നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും ധനമന്ത്രി KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. കേന്ദ്രം കേരളത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K അനിൽകുമാർ, CPIM, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, BJP, A സജീവൻ, മാധ്യമപ്രവർത്തകൻ. ആദ്യം BJP വക്താവ് ശ്രീ കൃഷ്ണദാസിലേക്ക്. ശ്രീ കൃഷ്ണദാസ്, ധനകാര്യമന്ത്രി ഇന്ന് ഈ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പ്രസക്തമായ ചില വാചകങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി ഈ ചർച്ചയുടെ മുന്നോടിയായി മുന്നോട്ട് വെച്ചത്. താങ്കളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കേസിൽ കാര്യമുണ്ട് എന്ന ഒരു തോന്നൽ കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ സ്വയം സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് ആ കേസ് പിൻവലിക്കണം എന്നൊരു നിലപാടിലേക്ക് കേന്ദ്രം നിൽക്കുന്നത്. കേരളത്തിന് അവകാശപ്പെട്ട പണം നൽകുന്നതിന് പോലും കേസ് പിൻവലിച്ചാലേ അനുമതി നൽകൂ എന്ന നിലയിൽ ഒരു ഉപാധി വെക്കുന്നത് ഒരു തരത്തിലും സ്വീകാര്യമല്ല. അത് ഒരു കേന്ദ്ര സർക്കാരിന് ചേർന്നതേയല്ല. ആ നിലയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ചർച്ചയ്ക്ക് ശേഷമുള്ള കോടതി നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചയോടുള്ള സമീപനത്തെ അടക്കം വിശദീകരിച്ചുകൊണ്ട് ധനകാര്യമന്ത്രി സൂചിപ്പിച്ചത്. ഇത് ഒരുതരം മർക്കടമുഷ്ടിയല്ലേ? ശ്രീ ശരത്ത്, ഈ വിഷയത്തെ അങ്ങനെയാണോ കാണേണ്ടത്? ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ വാസ്തവമുണ്ടോ? അതല്ലേ പരിശോധിക്കപ്പെടേണ്ടത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ 131 പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഒരു ഹർജിയുമായി പോകാനുള്ള സാഹചര്യമുണ്ടായത്? കേന്ദ്ര ഗവൺമെൻറ് പണം തരുന്നില്ല, ഞങ്ങൾക്ക് പണം കിട്ടാനുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് 10ാം ധനകാര്യ കമ്മീഷൻ്റെ നടപടികളുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് കണക്കാക്കിക്കൊണ്ട് 14ാം ധനകാര്യ കമ്മീഷൻ്റെ നടപടികൾ കൂടി പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ 15ാം ധനകാര്യ കമ്മീഷൻ്റെ സാമ്പത്തിക രംഗത്തുള്ള വിതരണത്തെ സംബന്ധിച്ച് എടുത്തിട്ടുള്ള നിലപാടുകൾ അത് തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി പണം കിട്ടാനുണ്ട് എന്ന് പറയാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടാണ് ഈ ഹർജി ഫയൽ ചെയ്തതായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുത്തിട്ടുള്ള നിലപാട്, സ്വീകരിച്ച നിലപാട്, ഇത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് അത് ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നാണ് എടുത്ത നിലപാട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടന്നു. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് അവരുടെ നിലപാടുകൾ വിശദീകരിച്ചു. കേരളത്തിന് കിട്ടാനുള്ള പണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് വിശദീകരിച്ചു. കേരളത്തെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രിതലത്തിലുമെല്ലാം നടന്നിട്ടുള്ള ചർച്ചകളിൽ കേരളത്തിൻ്റെതായ ഭാഗം പറഞ്ഞു. ഫലത്തിൽ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതിൻ്റെ കണക്കുകൾ കൃത്യമായി ധനകാര്യ വകുപ്പിനെയും കേരളത്തെയും അറിയിക്കുക എന്നുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയല്ലെന്നാണല്ലോ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ ചർച്ചയ്ക്ക് ശേഷം കേരളത്തിന് എലിജിബിളായ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞത് ബാലഗോപാലിനെ കോട്ട് ചെയ്തുകൊണ്ടല്ല.
ഞാൻ പറഞ്ഞത് ബാലഗോപാൽ എന്ത് പറഞ്ഞു എന്നുള്ളതല്ലല്ലോ ഇവിടെ പ്രസക്തം. അല്ല, അത് ഒരു അത് വേറെ കേസുമായി കാര്യം. പോയതിന് ശേഷം നിശ്ചയമായും ബഹുമാനപ്പെട്ട അതിനോട് കോടതിയിൽ എന്ത് യോജിക്കാൻ നടക്കുന്നു? താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ പ്രധാനപ്പെട്ട അതാണ് കാര്യം. അല്ല, അത് അത് താങ്കളുടെ വേറെ കാര്യം. കാര്യമല്ല, അതാണ് കാര്യം. അതാണ് താങ്കളുടെ അല്ല, ഒരു കാര്യം. മിനിറ്റ്. അതാണ് താങ്കളുടെ അല്ലല്ല. കാര്യം. ഞാൻ പറഞ്ഞത് അല്ല, നമ്മുടെ മുമ്പിലുള്ള അല്ലല്ല, വാർത്ത എന്റെ കാര്യമല്ല. നമ്മുടെ എന്റെ കാര്യമല്ല ശരത്തെ, അതല്ല. അതെ, താങ്കളുടെ കാര്യമാണ്, താങ്കളുടെ വാദമാണ്, വാർത്തയില്ല. താങ്കളുടെ ഒരു നിലപാടാണ്. വാർത്തയില്ല. ആണ് നമ്മുടെ നിശ്ചയമായി. മുന്നിൽ ഒരു വാർത്തയില്ല. നിശ്ചയം യെസ് അല്ല, ഉണ്ടെന്നേ. എന്റെ നമ്മൾ എന്റെ ചർച്ച ചെയ്യുന്നത് കാര്യമല്ല. എങ്ങനെയാണ്? എന്റെ നമ്മൾ കാര്യമല്ല. ചർച്ച ചെയ്യുന്നത് ഈ കോടതിയിൽ വിഷയവുമായി കൊടുത്തിട്ടുള്ള- ബന്ധപ്പെട്ട് ഒരു കോടതിയിൽ നിമിഷം കൊടുത്തിട്ടുള്ള ഒന്ന് കേസിന്റെ കാര്യമാണ്. അല്പം അല്ലല്ല. ക്ഷമയോടൊന്ന് കേൾക്കൂ. ഞാൻ താങ്കൾ അല്ലല്ല. പറഞ്ഞതിൽ നിന്ന് തന്നെയാണ്. അല്ല. അതായത് ഇന്നലെ ചർച്ച നടന്നു. ചർച്ചയ്ക്ക് ശേഷം ഇന്ന് വൈകുന്നേരം അല്ല, വാർത്താ എനിക്കല്ല സമ്മേളനത്തിൽ ക്ഷമയില്ലാത്തത്. ഇന്നലത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഗുരുതരമായ വിമർശനം മുന്നോട്ട് വെച്ചു. ആ ഗുരുതരമായ വിമർശനം ഇന്നത്തെ പ്രധാന വാർത്തയാണ്. ആ ആരോപണത്തെ, ആ വിമർശനത്തെ, സംസ്ഥാന ധനകാര്യമന്ത്രിയുടെ വിമർശനത്തെ ഈ നേരം വരെയും കേന്ദ്ര ധനകാര്യമന്ത്രി നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. താങ്കൾ പറഞ്ഞതുപോലെയല്ല. ആ ചർച്ചയിൽ കേസ് കൊടുത്തതുകൊണ്ട് ആ കേസ് പിൻവലിച്ചാൽ മാത്രമേ നിലവിലെ പണം ലഭിക്കാനുള്ളതിനെ സംബന്ധിച്ച് കേന്ദ്രവും കേരളവും തമ്മിലുള്ള തർക്കത്തിൽ പോലും പെടാത്ത 13,000 പണം കോടി രൂപ എന്ന് വെച്ചാൽ അതിന് ഒരു തർക്കവുമില്ല. അത് സംസ്ഥാനത്തിന് കിട്ടുന്നതാണ്. നിലവിൽ തന്നെ കേന്ദ്രത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് പോലും എലിജിബിളായിട്ട് കേരളത്തിന് കിട്ടാവുന്നതാണ്. ആ പണം പോലും കിട്ടണമെങ്കിൽ ഈ കേസ് പിൻവലിക്കണം എന്ന നിലയിലേക്കൊരു നിലപാട് ഡിമാൻഡ് ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് പ്രശ്നം എന്ന് ധനകാര്യമന്ത്രി കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞിരിക്കുന്നു. ശരത്തെ, എനിക്ക് സംസാരിക്കാമോ? ഉറപ്പായി. ഇന്നലെയും ഇന്നും കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ചെയ്തിരിക്കുന്നത് സാമാന്യ രീതിക്ക് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് എന്നുള്ളതാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തതിന് ശേഷം കോടതിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകൾ നടക്കുന്നതിന് തൊട്ട് മുൻപ് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിക്കുന്നു. ഇന്നും അതേ പ്രയോഗങ്ങൾ തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്നു. ചർച്ചയ്ക്ക് ശേഷമാണ്. കേസിൻ്റെ കാര്യത്തിൽ ഒരു മെറിറ്റുമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാനൊന്ന് പറയട്ടെ ശരത്തെ, ആ ശേഷം ആയിക്കോട്ടെ, അവസാനമായിക്കോട്ടെ, ഇടയ്ക്കായിക്കോട്ടെ, എപ്പോഴെങ്കിലും ആ ആയിക്കോട്ടെ. ചർച്ചയുടെ ധനകാര്യ വകുപ്പ് ഔട്ട്കമ്മിനെ കുറിച്ചാണ് അദ്ദേഹം കേരളത്തിലെ പറഞ്ഞതെന്നാണ് ഞാൻ ജനങ്ങളോട് പറയാൻ സൂചിപ്പിച്ചത്. വേണ്ടി ആഗ്രഹിക്കുന്നത്. എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ തന്നെ നടത്തിക്കോ, അത്രയല്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തിനാണ് ശ്രീ കൃഷ്ണദാസ് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത്? താങ്കളും ഞാനും തമ്മിൽ സംസാരിക്കുന്നു. ചർച്ചയ്ക്ക് മുമ്പേ എന്ന മട്ടിൽ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചർച്ചയ്ക്ക് ശേഷം. എനിക്കൊരു അസൂഷ്. അതെന്താണ് അങ്ങനെ ഒരു രീതി? അദ്ദേഹം ചർച്ചയ്ക്ക് ശേഷം ആ ചർച്ചയുടെ ഒരു കാര്യത്തിലില്ല. കൃഷ്ണദാസ് നോക്കൂ, ചർച്ചയുടെ ഒരു അവസ്ഥയെക്കുറിച്ച് ധനകാര്യമന്ത്രി പറയുന്നു. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വിശദീകരണം വന്നിട്ടില്ല. സംസ്ഥാന ധനകാര്യമന്ത്രി പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ അതൊരു സംസ്ഥാനത്തെ സംബന്ധിച്ച് അപകടകരമല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ചർച്ചയ്ക്ക് ശേഷമാണെന്നാണ് ഞാൻ പറഞ്ഞത്, ചർച്ചയ്ക്ക് മുമ്പല്ല. ശരി, ചർച്ചയ്ക്ക് ശേഷം ആയിക്കോട്ടെ. സാമാന്യ യുക്തിക്കും സാമാന്യ രീതിക്കും നിരക്കുന്ന പ്രവൃത്തിയാണോ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ചെയ്തത്? നിങ്ങളിപ്പോൾ എന്താ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? കേന്ദ്രത്തിൻ്റെ ബ്ലാക്ക് മെയിൽ. എന്താ ബ്ലാക്ക് മെയിൽ? ഈ സംസ്ഥാനത്തിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കാര്യകാരണങ്ങൾ നിരത്തി ഒരു ഹർജി ഫയൽ ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾക്ക് കിട്ടാനുള്ള പണത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ കിട്ടാനുള്ള പണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ ആരെങ്കിലും എതിര് നിൽക്കുമോ? മലയാളികളായിട്ടുള്ള ആരെങ്കിലും എതിര് നിൽക്കുമോ? കിട്ടാനുള്ളതാണെങ്കിൽ നമുക്കെല്ലാം കിട്ടണ്ടേ? നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടണ്ടേ? ഞങ്ങളതിനെതിരാണോ? ഞങ്ങളതിനെതിരല്ലല്ലോ. പക്ഷേ അവിടെ ഉള്ള പ്രശ്നം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രശ്നം സെറ്റിൽ ചെയ്യുന്നതിൻ്റെയോ അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നതിൻ്റെയോ ഭാഗമായി കോടതി നിർദ്ദേശപ്രകാരം മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ചർച്ച കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഔട്ട്കം കോടതിയെ അറിയിക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പത്രസമ്മേളനം നടത്തി കേന്ദ്രത്തിനെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്താ അടിസ്ഥാനമുള്ളത്? എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇന്ന് അദ്ദേഹം ശക്തമായി വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, തങ്ങൾ കേസ് കൊടുത്തിട്ടുള്ള വിഷയത്തിന് മെറിറ്റില്ല എന്ന് മനസ്സിലാക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇത് വലിയ നിലനിൽപ്പ് ഈ കേസിൻ്റെ പ്രായോഗികമായിട്ടുള്ള പ്രസക്തിയെ സംബന്ധിച്ച് നിയമപരമായി ഇല്ല എന്ന് മനസ്സിലാക്കുകയും ഇനി സാമ്പത്തികപരമായി കേരളത്തിന് കിട്ടാനുള്ള വിഷയത്തെ സംബന്ധിച്ചാണെങ്കിൽ അതിൻ്റെ കാര്യത്തിലും പറഞ്ഞിട്ടുള്ള കണക്കുകൾ അവാസ്തവമോ തെറ്റായിട്ടുള്ളതോ അതല്ലെങ്കിൽ നിലനിൽക്കുന്നതോ അല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ
സ്വാഭാവികമായും ശരത്ത് എന്നോട് കാണിക്കുന്ന അസഹിഷ്ണുത പോലെ തന്നെ ശ്രീ ബാലഗോപാലിനെ സംബന്ധിച്ചും കേന്ദ്രത്തോട് അസഹിഷ്ണുത കാണിക്കണം. അത് ജനങ്ങളോട് പറഞ്ഞു പറയണം. അതല്ലോ യാഥാർത്ഥത്തിലുള്ള വിഷയങ്ങൾ. ശരി, അത് എങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം, അത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ പുറത്തു ആയിക്കോട്ടെ, അത് കോടതി പരിശോധിക്കട്ടെ. അതായത് ഈ കണക്കുകളുടെ കാര്യത്തിൽ കേന്ദ്രം നിശ്ചയമായി കോടതി തന്നെയാണ് പരിശോധിക്കേണ്ടത്. അത് കോടതിയുടെ മുമ്പിലുള്ളതാണ്. എൻ്റെ ചോദ്യം, താങ്കൾ ഒരു അഭിഭാഷകനാണല്ലോ. ഒരു തൊഴിലാളി സംഘടന, ഇന്ന് ധനകാര്യമന്ത്രി തന്നെ ചോദിച്ചതിനെ ഞാൻ അങ്ങോട്ടേക്ക് താങ്കളുടെ ഒരു തൊഴിലാളി സംഘടന ആ മാനേജ്മെൻറ്റിനെതിരെ സമരം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ മാസത്തെ ശമ്പളം കിട്ടണമെങ്കിൽ ഈ സമരം പിൻവലിച്ചാലേ കഴിയൂ എന്ന നിലയിൽ ഒരു വാദം വെച്ചാൽ, ഒരു ഭീഷണി മുന്നോട്ട് വെച്ചാൽ അത് നമ്മൾ അംഗീകരിക്കുമോ? എന്ന് പറഞ്ഞതുപോലെ താങ്കൾ ഈ ചർച്ചയിൽ എന്നോട് അസഹിഷ്ണുത കാണിക്കുന്നത് പോലെ ഈ ചർച്ചയിൽ കേസ് കൊടുത്തതിൻ്റെ ഒരു അസഹിഷ്ണുത പ്രകടമാകും വിധം കേന്ദ്രം കേരളത്തോട് പറയാണ് നിങ്ങൾ ആ ഹർജി പിൻവലിക്കൂ എന്ന് പറഞ്ഞാൽ അത് അസഹിഷ്ണുതയല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ? പറഞ്ഞിട്ടുണ്ട് എന്നൊരു സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി പറഞ്ഞാൽ അത് ഉത്തരവാദിത്വത്തോടെ ഉള്ളതല്ലേ? അതിനെ നിഷേധിക്കാനോ നിരാകരിക്കാനോ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എങ്കിൽ ആ പറഞ്ഞത് ഗൗരവമുള്ളതാണ്. KN ബാലഗോപാലിൻ്റെ ആരോപണം ഗൗരവമുള്ളതാണെന്നല്ലേ വരുന്നത്? ശരത്ത്, ഞാനല്ല അങ്ങയോട് അസഹിഷ്ണുത കാണിക്കുന്നത്. ചോദ്യം ചോദിക്കുന്ന സമയം മുതൽ അങ്ങാണ് അസഹിഷ്ണുത കാണിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയുന്ന ഉത്തരങ്ങൾ ബാലഗോപാലിനോ താങ്കൾക്കോ സുഖിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ ബാലഗോപാലിൻ്റെ നിലപാടുകൾക്ക് സുഖിക്കുന്നതല്ല. അങ്ങനെ നമുക്ക് ചർച്ചയുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ? എന്തിനാണ് കേരളം കേസ് കൊടുത്തിരിക്കുന്നത്? കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ? അപ്പോൾ അതിൻ്റെ കൃത്യമായ കണക്കുകൾ കോടതിയിൽ വരട്ടെ. കിട്ടാനുണ്ടോ കിട്ടാനില്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ അതിനിടയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്രം വീണ്ടും എന്തോ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കാൻ ശുദ്ധ അസംബന്ധവും തെറ്റായതും ഒരു മന്ത്രി എന്നുള്ള നിലക്ക് ചെയ്യാൻ പാടില്ലാത്തതും, അതിൽ കോടതി താങ്കൾക്ക് എങ്ങനെ അത് നിഷേധിക്കാനാവും? എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കോ താങ്കൾക്കോ അറിയില്ല. നമ്മൾ ആ ചർച്ചയിൽ പങ്കെടുത്തില്ല. ചർച്ചയിൽ പങ്കാളിയായിരുന്ന ഒരു കക്ഷി കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരോ കേന്ദ്ര ധനകാര്യ മന്ത്രാലയമോ കേരള ധനകാര്യമന്ത്രിയുടെ ഗൗരവമായ വിമർശനത്തെ നിഷേധിച്ചിട്ടില്ല, നിരാകരിച്ചിട്ടില്ല. എന്ന് വരവേ താങ്കൾ എങ്ങനെയാണ് ഇത് അസംബന്ധമാണെന്നൊക്കെ പറയുക? താങ്കൾക്ക് എങ്ങനെ നിഷേധിക്കാനാവും? അങ്ങനെ നിഷേധിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കണം. താങ്കൾ തന്നെ പറഞ്ഞു ഇന്നലെയും ഇന്നുമായി കേരളം ഇത് പറയുന്നു ജനങ്ങൾക്ക് മുമ്പിലെന്ന് കേന്ദ്ര സർക്കാരിന് നന്നായി അറിയാം. കേന്ദ്ര സർക്കാരിന് നിഷേധിക്കാമല്ലോ. കേന്ദ്ര സർക്കാർ നിഷേധിക്കാത്തിടത്തോളം കാലം താങ്കൾക്ക് എങ്ങനെയാണ് KN ബാലഗോപാൽ പറഞ്ഞത് അസംബന്ധമാണ് എന്നൊരു ചർച്ചയിൽ പറയാനാവുക? ഞാൻ പറഞ്ഞത് ബാലഗോപാൽ അത് പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് അബദ്ധമാണ്, അല്ലെങ്കിൽ തെറ്റാണ്, ശരിയല്ല എന്ന് സൂചിപ്പിച്ചത്. കേരളം എടുത്ത നിലപാടിനെ കുറിച്ചല്ല. കേരളത്തിന് നിലപാടെടുക്കാനുള്ള അവകാശമുണ്ട്, കേന്ദ്രത്തിന് നിലപാടെടുക്കാനുള്ള അവകാശമുണ്ട്. അത് കോടതിയിലിരിക്കുന്ന കേസാണ്. ആ കേസിൽ കോടതി അതെനിക്ക് മനസ്സിലായി. ഇന്നലെയും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ ഹർജി പിൻവലിച്ചാൽ മാത്രമേ നിലവിൽ തന്നെ അവകാശപ്പെട്ട, തർക്കമില്ലാത്ത നിലയിൽ അവകാശപ്പെട്ട 13,000 കോടി പോലും അനുവദിക്കൂ എന്ന് കേന്ദ്രം ഒരു നിലപാടെടുത്തു എന്ന് ധനകാര്യമന്ത്രി പറയുന്നു. അത് ഗൗരവമുള്ളതാണ്. അതെങ്ങനെ നിഷേധിക്കാനും അത് വാസ്തവ വിരുദ്ധമാണെന്ന് പറയാനും താങ്കൾക്ക് കഴിയും? കാരണം കേന്ദ്ര സർക്കാർ അത് നിഷേധിച്ചിട്ടില്ലല്ലോ ഇതുവരെ. ശരത്തെ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സമയത്ത് കോടതി ഒരു ചർച്ചയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ്റുമായി നിങ്ങൾ തയ്യാറാകണം, കേന്ദ്ര ഗവൺമെൻറ്റും അതിന് തയ്യാറാണെന്ന് അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച നടക്കുന്നു. അങ്ങനെ ചർച്ച നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ പത്രക്കാരോട് പറയുക, പുറത്ത് പറയുക എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ഇടയ്ക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. എന്താ പറയാത്തത്? ഇത് കോടതിയിൽ പറയേണ്ടതും കോടതിയിൽ തർക്കങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതും അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി നടക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. ഇനി അതല്ല, പക്ഷേ കേന്ദ്ര സർക്കാർ ഈ ചർച്ചയിൽ അങ്ങനെ കേരളത്തോട് ആവശ്യപ്പെട്ടിട്ടേയില്ല എന്ന് പറയാൻ താങ്കൾക്ക് കഴിയില്ലല്ലോ. അങ്ങനെയല്ലെന്ന് നിങ്ങൾ തെറ്റായി ധരിപ്പിക്കല്ലേ ആളുകളെ. അതായത് ഒരു കേസ് നടക്കുമ്പോൾ ആ കേസിനകത്ത് ആവശ്യപ്പെട്ടിട്ടുള്ള തുകയെ സംബന്ധിച്ച് കിട്ടാനുള്ള തുകയുണ്ടാവാം, ചർച്ചകൾ നടത്തേണ്ട തുകയുണ്ടാവാം, അനുവദിക്കപ്പെടേണ്ട തുകയുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ ഒരു തർക്കമായി നിൽക്കുമ്പോൾ ആ തർക്ക സമയത്ത് പണം അനുവദിച്ച് അത് അലോട്ട് ചെയ്യുന്നതിന് സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്. അതിന് കോടതി ഉത്തരവ് വേണം. ആ ഉത്തരവ് വരാനുള്ള അതല്ല എൻ്റെ ചോദ്യം. അത് വേറൊരു വഴിക്കാണ് താങ്കൾ ഡ്രൈവ് ചെയ്യുന്നത്, വേറൊരു വഴിക്കാണ്. ധനകാര്യമന്ത്രി പറഞ്ഞത്, ധനകാര്യമന്ത്രിയുടെ ആരോപണം, വിമർശനം സ്ട്രെയിറ്റ് ആണ് ശ്രീ കൃഷ്ണദാസ്. അതായത് ഈ ഹർജി പിൻവലിച്ചാലേ ഈ പണം അനുവദിക്കൂ. ഞാൻ ധനകാര്യമന്ത്രിയെ കണക്കിലെടുത്തിട്ടില്ല.
അല്ല, പക്ഷേ താങ്കൾക്ക് എങ്ങനെ നിഷേധിക്കാനാവും? കേന്ദ്രം നിഷേധിച്ചിട്ടില്ലല്ലോ. കെ.എൻ. ബാലഗോപാൽ പറഞ്ഞ ഗുരുതര പ്രശ്നം ശരിയല്ല എന്ന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ പിന്നെ ആ സർക്കാരിന്റെ മനോഭാവം അതാണെന്ന് ധരിക്കാൻ ആവോളം കഴിയും. ശരത്തെ ഞാനതാ പറഞ്ഞത്. ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളെ ഞാൻ കണക്കിലെടുത്തിട്ടില്ല. അത് താങ്കളുടെ രാഷ്ട്രീയം കൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് താങ്കളുടെ രാഷ്ട്രീയ എതിർപ്പ് കൊണ്ട് മാത്രമാണെന്നേ കരുതാനാകൂ. അതല്ലാതെ വസ്തുതകളില്ല താങ്കളുടെ മുമ്പിൽ. അതിൽ രാഷ്ട്രീയമില്ല. ചർച്ചയെക്കുറിച്ചുള്ള വസ്തുതകളും താങ്കളുടെ കയ്യിലില്ല. ശരത്തെ രാഷ്ട്രീയമില്ല. ആ ചർച്ചയെ സംബന്ധിച്ച വസ്തുതകളും താങ്കളുടെ മുമ്പിലില്ല. അങ്ങനെയല്ലെന്ന് അതാ ഞാൻ അങ്ങനെയല്ല ശരത്തെ. താങ്കളുടെ കയ്യിലുണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ധനകാര്യമന്ത്രി പറഞ്ഞത് വെച്ച് നമ്മൾ സംസാരിക്കുന്നത്. ആ ചർച്ചയിൽ അതല്ലേ ഞാൻ പറഞ്ഞത്. ബാലഗോപാൽ എന്ന് പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഒരു ആരോപണത്തെയും ഞാൻ മുഖവിലക്കെടുത്തിട്ടില്ല. അതിന് കാരണം താങ്കളുടെ രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ്. അല്ലാതെ എന്താണ് വസ്തുതകൾ? അങ്ങനെയല്ല അതല്ല ശരത്തെ യാഥാർത്ഥ്യം. നടപടിക്രമങ്ങളുടെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ബാലഗോപാൽ രാഷ്ട്രീയം ഞാനതാ പറഞ്ഞത്. കോടതിയിൽ നടക്കുന്ന നടപടിക്രമങ്ങളുടെ കാര്യങ്ങൾ ബാലഗോപാൽ തെറ്റായ ജനങ്ങളെ ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ താങ്കളടക്കമുള്ള ഒരു മാധ്യമ പ്രവർത്തന കാര്യമില്ലാതെ. ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ, താങ്കൾ കൂടി ചർച്ചയിലേക്ക് എത്തുന്നുണ്ട്. ശ്രീ സജീവനും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കെ.എൻ. ബാലഗോപാൽ ആ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേരളത്തെ സംബന്ധിച്ച അപകടകരമായ കുറെ കൂടി കടുപ്പം പിടിച്ച നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളത് ആ ചർച്ചയ്ക്ക് ശേഷം ധനകാര്യമന്ത്രി ജനങ്ങളോട് വിശദീകരിക്കുന്നു. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം കെ.എൻ. ബാലഗോപാൽ എന്ന സംസ്ഥാന ധനകാര്യമന്ത്രിയുടെ ആ ആരോപണത്തെയോ വിമർശനത്തെയോ ഇന്നത്തെ വിശദീകരണത്തെയോ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ കൃഷ്ണദാസ് പറയുന്ന ഒരു വാദം, ഇത് ഒരു സാമാന്യ രീതിക്ക് ചേർന്നതല്ല. ശ്രീ അനിൽകുമാർ ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത് കോടതിയിൽ കേസ് നടക്കുന്നു, കോടതിയുടെ നിർദ്ദേശപ്രകാരം ചർച്ച നടക്കുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം ഈ വിധം വിശദീകരിക്കുന്നത് സാമാന്യ രീതിക്ക് നിരക്കാത്തതാണ് എന്നുള്ള വിമർശനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹം ശ്രീ ബാലഗോപാലിൻ്റെ വാദമുഖങ്ങൾ മുഖവിലക്കെടുക്കാനും തയ്യാറല്ല. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, കേരളത്തിന് ഈ വിധം ലഭിക്കേണ്ട പണത്തിന് ഞങ്ങൾ ആരെങ്കിലും എതിരാണോ? അദ്ദേഹം ചോദിച്ചതാണ്. അദ്ദേഹം അത് പറയുമ്പോൾ താങ്കൾ ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. എന്തിനെതിര് നിൽക്കണം? ആരെങ്കിലും, മലയാളികൾ ആരെങ്കിലും, കേരളീയരാരെങ്കിലും അങ്ങനെ കേരളത്തിന് ലഭിക്കേണ്ട പണത്തിന് എതിര് നിൽക്കുമോ? ഞങ്ങൾ അങ്ങനെ എതിര് നിൽക്കുമോ എന്നുകൂടി ചോദിച്ചുകൊണ്ടാണ് കെ.എൻ. ബാലഗോപാൽ ഈ പറയുന്ന ഈ വാദങ്ങൾ അത് രാഷ്ട്രീയപരം മാത്രമാണ് എന്ന ഒരു നിലപാട് ശ്രീ കൃഷ്ണദാസ് ഈ ചർച്ചയിൽ ഉടനീളം ഇതുവരെ സ്വീകരിച്ചത്. താങ്കളുടെ ഒരു മറുപടിയോ താങ്കളുടെ വിശദീകരണമോ എന്താണ്? ബഹുമാനപ്പെട്ട കെ.എൻ. ബാലഗോപാൽ മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ നിയമസഭാ സാമാജികന്മാർ, എം.പിമാർ, രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും 8-ാം തീയതി ഡൽഹിയിൽ പോയി സമരം നടത്തിയ കാര്യം എന്താണ്? അത് രഹസ്യമായ ഏതെങ്കിലും കാര്യത്തിനാണോ? എന്താണോ കേസിന് ആധാരം അതിനാവശ്യമായിട്ടുള്ള 6 വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമരം. ആ സമരത്തിൽ ധനകാര്യ ഫെഡറലിസത്തെ മുന്നോട്ട് വെക്കുന്ന 6 വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആദ്യം നിവേദനം കൊടുത്തു, കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു, അതിനുശേഷം ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാരിനോട് വിവരങ്ങൾ അറിയിച്ചു, കേസ് കൊടുത്തു, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് വിളിച്ചുകൂട്ടി ജനങ്ങളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു, നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞും കേന്ദ്ര സർക്കാർ യാതൊരു തരത്തിലും അനുകമ്പ കേരളത്തോട് പുലർത്താതെ കേരളത്തെ ഭീകരവാദികൾ ആളുകളെ ബന്ദികളാക്കി കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യുകയാണ് എന്നത് കാര്യമാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറയുന്നത്. മാർച്ച് 31 ഏറ്റവും വലിയ ചെലവുള്ളൊരു സന്ദർഭത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട പണം നിഷേധിച്ച്, കടമെടുക്കാനുണ്ടെങ്കിൽ അതിന് അർഹതപ്പെട്ട പണം നിഷേധിച്ച് കേരളത്തിലെ 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന സമ്പ്രദായത്തെ മുടക്കി കേരളത്തെ ബന്ദികളാക്കുകയാണ്. സർക്കാരിന് സമയത്ത് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ, സപ്ലൈകോയെ ചലിപ്പിക്കാൻ സാധ്യമാകാത്ത വിധം സർക്കാരിനെ സ്തംഭിപ്പിക്കുകയാണ്. ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാന്നല്ലേ ബഹുമാനപ്പെട്ട ബാലഗോപാൽ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ബാലഗോപാൽ പറഞ്ഞതിൻ്റെ വസ്തുത എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയുടെ മിനിറ്റ്സ് ഉണ്ട്. ആ മിനിറ്റ്സ് ബഹുമാനപ്പെട്ട ബാലഗോപാൽ കോട്ട് ചെയ്തത് ബി.ജെ.പിയുടെ പ്രതിനിധി കേട്ടില്ലേ? ആ മിനിറ്റ്സിൽ എന്താ പറയുന്നത്? സുപ്രീം കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് ചർച്ചയ്ക്ക് പോയി. ചർച്ചയ്ക്ക് പോയപ്പോൾ കേന്ദ്രം പറഞ്ഞ എന്താണ്?
ഞങ്ങളൊരു 13,000 കോടി രൂപ നിയമാനുസരണം നിങ്ങൾക്ക് ഇക്കൊല്ലം അനുവദിച്ച് കിട്ടേണ്ടതുണ്ടല്ലോ. അതിൻ്റെ കടലാസുകൾ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ആ കേസ് ആദ്യം പിൻവലിച്ചിട്ട് വരൂ. ഇത് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും തമ്മിൽ ബന്ധപ്പെട്ട ചർച്ചയുടെ മിനിറ്റ്സാണ്. ആ മിനിറ്റ്സ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചർച്ചയുടെ മിനിറ്റ്സ് നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷം ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട കപിൽ സിബൽ ഇവരുടെ വാദത്തെ പൊളിച്ചുകൊണ്ട് വാദിച്ചത്. എന്താ വാദിച്ചത്? കേരളത്തിൻ്റെ റവന്യൂ ചെലവ് കൂടുതലാണ്. അത് കേരളത്തിലെ മന്ത്രിമാരോ സർക്കാരോ നടത്തുന്ന അഴിമതിയോ ദൂർത്തോ കൊണ്ടല്ല കേട്ടോ. കേരളത്തിൽ ആരോഗ്യം വിദ്യാഭ്യാസം എല്ലാം മെച്ചപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ശമ്പളം കൊടുക്കാൻ കൂടുതൽ കാശ് വേണം. അതുകൊണ്ടാണ് കേരളത്തിലെ റവന്യൂ കമ്മി. ഗുജറാത്തിൽ നിയമനമില്ല, ഉത്തർപ്രദേശിൽ നിയമനമില്ല, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റെയിൽവേയിൽ നിയമനമില്ല. കേരളത്തിൽ അങ്ങനല്ല. PSCക്ക് ഒഴിവില്ല, അതുപോലെ നികത്തും, മുൻകൂർ നികത്തും. അതുകൊണ്ട് റവന്യൂ കമ്മി വരും. ആ റവന്യൂ കമ്മി വരുന്നത് ദൂർത്ത് കൊണ്ടല്ല. അതുകൊണ്ട് കേരള സർക്കാർ കേന്ദ്രത്തിന് മറുപടി കൊടുത്ത എന്താണ്? ഞങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം അടക്കം മേഖലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കണം. എന്ത് വേണം? ഞങ്ങളുടെ കേരളത്തെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കൂ. അപ്പോഴാണ് അടുത്ത ചോദ്യം, കേരളം കടം കൊണ്ട് മുടിയുമോ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ബാലഗോപാൽ പുതിയൊരു കാര്യം ഇന്നും പറഞ്ഞില്ല, നിങ്ങളുടെ മിനിറ്റ്സാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒത്തുതീർപ്പ് ഇറച്ച കാര്യം നടക്കുകയില്ല എന്ന് വ്യക്തമായി. ഞങ്ങൾ പാകിസ്ഥാൻ്റെ കോടതിയിലല്ല കേസ് കൊടുത്തത്, ഇന്ത്യയുടെ കോടതിയിലാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ്. ഇന്ത്യൻ ഭരണഘടന മാനിക്കുന്നവർക്ക് ഒരു സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിനോട് പരാതി പറയാനുണ്ടാകുമെങ്കിൽ അങ്ങനെ പരാതി കൊടുക്കാനൊരു വകുപ്പ് ഭരണഘടനയിലുണ്ടെങ്കിൽ കേസ് കൊടുക്കുന്ന കുറ്റമാണോ? അതെന്താ മോദിക്ക് ക്ഷീണമായി പോയത്? മോദിയുടെ ഗ്യാരണ്ടി ആണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് പണം കിട്ടുമെന്നൊരു ഗ്യാരണ്ടി വേണ്ടേ? ഈയിടെ നിങ്ങളുടെ CEO ഉണ്ടല്ലോ, നിങ്ങളുടെ തന്നെ നീതി ആയോഗിന്റെ CEO ഒക്കെ വെളിപ്പെടുത്തത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് വിഹിതം വെട്ടിക്കുറയ്ക്കുമെന്നാണ്. 40% വേണം എന്ന് ആവശ്യപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ 32, 33 മതിയെന്ന് വിളിച്ചു പറഞ്ഞ രേഖ പുറത്തു വന്നിരിക്കുകയാണ്. വസ്തുത പുറത്തു വന്നിരിക്കുകയാണ്. ഇത്രയാണ് മോദിയുടെ ഗ്യാരണ്ടി. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കാൻ വകുപ്പുണ്ട്. ആ വകുപ്പ് പ്രകാരം ഒരു കേസ് കൊടുത്തുപോയി. അതിന് കേരളത്തെ ദ്രോഹിക്കണോ BJP-ക്കാർ? എന്താ കേരളത്തിന്റെ കേസ്? ശരി, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം, അതിന്റെ മെറിറ്റിലേക്ക് വരാം. നമ്മളത് നിരന്തരം ചർച്ച ചെയ്തു വരുന്നതാണ്. ഞാൻ ശ്രീ സജീവനിലേക്കും അതുപോലെ തന്നെ ശ്രീ കൃഷ്ണദാസിലും പോയ ശേഷം നമുക്കതിൻ്റെ കണ്ടന്റിലേക്ക് വരാം. വേണമെന്നുണ്ടെങ്കിൽ അതുമാവാം. ഒറ്റ കാര്യം മാത്രം, അദ്ദേഹം നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തിലേക്ക്, കേസുണ്ട്, ആ കേസ് മുന്നോട്ട് പോകുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടന്നു. ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ കോടതി പരിശോധിക്കാനിരിക്കുന്നു. മാത്രമല്ല മാർച്ച് 6, 7 തീയതികളിൽ കേസ് കോടതി പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കേരളത്തിനൊരു ഇടക്കാല ഉത്തരവ് അനിവാര്യവുമാണ്. പക്ഷേ അത്തരമൊരു ഘട്ടത്തിൽ ഈ ചർച്ചയെ സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചത് ഏതെങ്കിലും തരത്തിലൊരു അപാകത അതിൽ ആരോപിച്ചാൽ എന്തു മറുപടി പറയും? ശ്രീ അനിൽകുമാർ, അതാണ് ശ്രീ കൃഷ്ണദാസ് ആവർത്തിച്ചത്. കോടതി നടപടി പരസ്യമായ കാര്യമാണ്. കോടതിയുടെ നടപടികളെല്ലാം പരസ്യമല്ലേ? ഇന്നലെ കോടതിയിൽ നടന്ന വാദവിവാദങ്ങൾ ഏത് ചാനലിലാണ് വരാത്തത്? ഏത് പത്രത്തിലാണ് കൊടുക്കാത്തത്? ഇപ്പം ലൈവിലോ അല്ലേ? കോടതി നടപടി ഓൺലൈനിൽ ലൈവല്ലേ? ഇത് ആരെ രഹസ്യം? ഇനി എന്ത് രഹസ്യം വേണ്ടത് വെക്കാനുള്ളത്? കേന്ദ്ര സർക്കാർ പൊസിഷൻ എടുക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് സൂചിപ്പിച്ചപ്പോൾ ഒരു തെറ്റായ കാര്യം പറഞ്ഞു കേട്ടോ. അതെന്താണ്? കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ സാമ്പത്തികത്തിന്റെ കണക്ക് പറയാൻ തക്കവണ്ണം ഒരു കേസില്ല. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. 17 രൂപയാണോ 24 രൂപയാണോ എന്നൊരു തർക്കമേ ഇല്ല. അങ്ങനത്തെ കണക്കില്ല. ആ കണക്കൊക്കെ ആർക്കും ഒരു കണക്കെല്ലാം ഉണ്ടാക്കാവുന്ന കാര്യമാണ്. കണക്കൊക്കെ ഉണ്ട് താനും. ഇതെല്ലാം ഓൺലൈൻ കണക്കാണ്. അതിലൊന്നും ആർക്കും തർക്കമില്ല. പ്രശ്നം എന്താ, മാനദണ്ഡം എന്താണെന്നുള്ളതാണ്. ഒന്നാമത്തെ മാനദണ്ഡം, കേരളത്തിന് കടമെടുക്കാനുള്ള അവകാശം എത്ര? നമ്മുടെ രാജ്യത്തിൻ്റെ 93-ൽ വാജ്പേയി സർക്കാരിൻ്റെ കാലത്തെ ധന ഉത്തരവാദിത്വ നിയമപ്രകാരം കേരളത്തിന് 3% കടമെടുക്കാം GDP-യുടേത്. ഈ കൊല്ലം വൈദ്യുതി മേഖല പരിഷ്കാരം കൂടെ വെച്ചാൽ 3.5% വായ്പ എടുക്കാം. നമ്മുടെ GDP 12 ലക്ഷം കോടിയാണ്. 5 അല്ല 3.5. 12, 3, 36, 12, 39,000 കോടി രൂപ വായ്പ എടുക്കാം. 3.5 അത്രേ പറ്റുള്ളൂ. 3.5 പറ്റുള്ളൂ. 12 ലക്ഷം കോടി രൂപയുടെ 3% 39,000 കോടി കടമെടുക്കാം. നിങ്ങൾ കടമെടുക്കാൻ സമ്മതിക്കുന്നു. ഇപ്പോൾ 17,000 കോടിയുള്ളൂ. അപ്പം 17,000, 39,000 കോടി ഒരു തടസ്സം വന്നാൽ ഇവിടുത്തെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുമെന്നേ. KSRTC കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ പാടുവരുമെന്നേ. അതുപോലെ തന്നെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് വരുമെന്നേ. അത് വരുത്താനല്ലേ നിങ്ങൾ ഈ പണി കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
ഞങ്ങളുടെ ചോദ്യം എന്താണ്? നിങ്ങൾ അങ്ങനെ കടമെടുക്കാനുള്ള അവകാശം നിയമപ്രകാരം ഉള്ളതിനെ വെട്ടിക്കളയാൻ നിങ്ങളുടെ അധികാരം എന്താ? കേന്ദ്രത്തിന്റെ അധികാരം. ഞാൻ അവിടെ ആ അധികാരം കേന്ദ്രം എവിടെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ? കേന്ദ്രം സ്വയം പ്രയോഗിച്ചിട്ടുണ്ടോ? ശരി, ഞാൻ ഒരു ചെറിയ ഫുൾ സ്റ്റോപ്പ് അവിടെ ഒന്ന് ഇടാം. അല്ലെങ്കിൽ ഈ ചർച്ച കാരണം കണ്ടന്റ് അത്രമാത്രം ഉള്ളത് കൊണ്ട് രണ്ടുപേരും വാചാലരാകും. ഞാൻ ശ്രീ സജീവനിലേക്ക് കൂടി വന്ന ശേഷം ശ്രീ സജീവൻ, ഈ കടമെടുപ്പിൻ്റെ കാര്യത്തിൽ ശ്രീ അനിൽകുമാർ പറഞ്ഞത് അതൊരു ധനമാനേജ്മെൻറ്റിലെ ഉത്തരവാദിത്തമാണ്, അതൊരു നിയമപരമായ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അത് കേന്ദ്രത്തിനായാലും സംസ്ഥാനത്തിനായാലും രണ്ടു കൂട്ടർക്കും എത്താവുന്നത് ഇങ്ങനെയാണ്. 3% എന്നുള്ളതാണ് GSDPയുടെ 3%. കേന്ദ്രം അത് ഏതാണ്ട് 6.4% എടുക്കുന്നു, 5.8% എടുക്കുന്നു. കേരളമാകട്ടെ ഈ 3%-ലേക്കോ 3.5%-ലേക്കോ പോലും എത്തിയിട്ടില്ല ഇതുവരെയുള്ള കടമെടുപ്പ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് 3%-ൽ താഴെയാണ്, 2.5%-നടുത്ത് എവിടെയാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ കടമെടുപ്പിൻ്റെ ഒരു അവസ്ഥ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഈ വിവരം അത് വളരെ ഗൗരവമുള്ളതാണോ? കേസ് പിൻവലിച്ചാലേ ഇനി പണം തരൂ എന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്ന നില കൂടി വന്നതോടെ അത് ജനങ്ങളോട് പറയാതിരിക്കാനാവാത്ത അവസ്ഥയിലേക്ക് ധനകാര്യമന്ത്രി എത്തപ്പെട്ടോ? ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു ഗൗരവമായ തലം അതാണോ? അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്ന് കിട്ടേണ്ട പണം ഇന്ന് കിട്ടണം, അല്ലാതെ അടുത്ത വർഷം കിട്ടിയിട്ട് കാര്യമില്ല. ശ്രീ അനിൽകുമാർ പറഞ്ഞ പോലെ പെൻഷൻ കൊടുക്കണം, ശമ്പളം കൊടുക്കണം, ക്ഷേമ പെൻഷൻ സമയത്ത് എത്തിക്കാൻ കഴിയണം, നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, ഉച്ചഭക്ഷണം അതിൻ്റെ വിതരണം തടസ്സപ്പെടരുത്, ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെടരുത്. ഇതിലേക്കൊക്കെ പണം ലഭിക്കണമെങ്കിൽ ആ പണത്തിൻ്റെ സോഴ്സ് ആകെ അടയ്ക്കുക എന്ന കടുംപിടുത്തത്തിലേക്ക് കേന്ദ്രം പോകുന്നു എന്ന ഗൗരവമായ ഒരു പുതിയ സാഹചര്യം, ഇതുവരെ ഉണ്ടായിരുന്നതിനും അപ്പുറം ഒരു പുതിയ സാഹചര്യം ഈ ചർച്ച കൂടി കഴിഞ്ഞപ്പോൾ വന്നോ? ശ്രീ ബാലഗോപാലിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു ഗൗരവം അതിൽ നിന്ന് താങ്കൾ കാണുന്നതാണോ, അതോ അത് കേവല രാഷ്ട്രീയം മാത്രമാണോ ഇരു കൂട്ടർക്കുമിടയിലെ? ഒരു തരത്തിലും കേവല രാഷ്ട്രീയമല്ല ഇത്. ഒരു കാര്യമുള്ളത്, നമ്മുടെ ജനാധിപത്യത്തിന്റെ 3 നെടുന്തൂണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ നീതിപീഠം. ഈ ഭരണകൂടങ്ങൾക്ക്, പ്രത്യേകിച്ച് ഫെഡറൽ സിസ്റ്റത്തിലെ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏത് വ്യക്തികൾ തമ്മിലാണെങ്കിൽ പോലും അതിലൊരു പരിഹാരം, ആ പരിഹാരത്തിന് എല്ലാ ആളുകൾക്കും ആശ്രയിക്കാവുന്ന നിയമപരമായിട്ട് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ ഈ നീതിപീഠം എന്ന് പറയുന്നത്. അവിടെ പോവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ കേന്ദ്രത്തിനു മുമ്പിൽ ഭിക്ഷാപാത്രവുമായിട്ട് യാചിച്ചു നിൽക്കുകയല്ല. വ്യക്തികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ മസിലുള്ള ആളുടെ അടുത്ത് മസിലില്ലാത്ത ആള്, ബലമില്ലാത്ത ആള് യാചിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതേപോലെയാണ് ഇവിടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമ്പോൾ, ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് കേന്ദ്രത്തോട് ചോദിക്കാം, വീണ്ടും ചോദിക്കാം, മൂന്നാമതും ചോദിക്കാം. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നീട് ആശ്രയിക്കാവുന്ന നിയമപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഏക ഉപാധി എന്ന് പറയുന്നത് നീതിപീഠത്തെ സമീപിക്കലാണ്. അങ്ങനെ സമീപിക്കുമ്പോൾ അങ്ങനെ സമീപിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ആ കേസ് പിൻവലിക്കൂ, കോടതിയിൽ പോകാൻ പാടില്ല, ഞങ്ങൾ ഇഷ്ടമുള്ളത് തരും, ഞങ്ങൾ പൈസ തരണമെങ്കിൽ കോടതിയിൽ പോകാൻ പാടില്ല എന്ന ഒരു നിലപാടെടുക്കുമ്പോൾ അത് വ്യക്തികളെടുത്താലും ഭരണകൂടം എടുത്താലും ഒക്കെ അതിനെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടി, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടി എന്നാണ് പറയുക. ഇവിടെ കൃഷ്ണദാസ് പറഞ്ഞ 2 കാര്യം. ഒന്ന്, ബാലഗോപാൽ ഇക്കാര്യം ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ചർച്ച, ആ ചർച്ചയുടെ കാര്യങ്ങൾ കോടതിയിലല്ല അറിയിക്കേണ്ട, പുറത്ത് പറയാൻ പറ്റുമോ? അദ്ദേഹം പറയുന്ന രീതി അനുസരിച്ച് ആ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഇത് സബ്ജുഡീസ് ആവുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ്? അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇതില് ഇപ്പൊ കേന്ദ്രവും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പ്രശ്നമല്ലേ, നിങ്ങൾ അത് പരിഹരിക്കുക എന്ന് പറഞ്ഞ് പരിഹരിക്കാൻ വിട്ടു നൽകിയതാണ്. അതുമല്ല, കോടതി ഈ കേസ് മാറ്റിയിട്ടില്ല. വെറുതെ ഈ പ്രശ്നങ്ങൾ കോടതിയിൽ കൊണ്ടുപോരാതെ നിങ്ങൾക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുമല്ലോ, അത് ശ്രമിച്ചുകൂടെ എന്ന ഒരു നിർദ്ദേശം വെക്കുകയാണ് കോടതി. അല്ലാതെ ബൈൻഡിങ് അല്ല. കോടതി ഒരിക്കൽ പോലും ചർച്ച ചെയ്ത് പരിഹരിച്ചോളൂ, ഞങ്ങൾക്ക് ഈ കേസൊന്നും നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. ബൈൻഡിങ് അല്ലാത്തൊരു കാര്യമാണ്, നിർദ്ദേശമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് പരിഹരിച്ചുകൂടെ? അപ്പൊ സംസ്ഥാനവും കേരളവും പറഞ്ഞു, കേന്ദ്രവും പറഞ്ഞു ഞങ്ങൾ പരിഹരിച്ചോളാം. പരിഹരിക്കാൻ തയ്യാറാകുമ്പോൾ ഇതിലെ തുക എത്രയാണ് കടമെടുക്കാനുള്ള അവകാശം സംസ്ഥാനത്തിന്, അതിനെ കുറിച്ച് അപ്പം സംസ്ഥാനം ഒരു തുക പറഞ്ഞാൽ അത്ര തരാൻ പറ്റും. ഇതൊക്കെയാണല്ലോ ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടത്. ആ പ്രശ്നത്തിന് പകരം കേസ് പിൻവലിക്കുക എന്ന് പറയാൻ അതാണെങ്കിൽ അപ്പോഴേ കേസ് കേന്ദ്രത്തിന് പറയാമായിരുന്നു, കേന്ദ്രത്തിന്റെ അഭിഭാഷകന് പറയാമായിരുന്നു, അറ്റോർണി ജനറലിന് പറയാമായിരുന്നു, ഞങ്ങൾ ഇതൊന്നും പറ്റില്ല, അവർ കേസ് പിൻവലിച്ചിട്ട് ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ.
അതെന്തുകൊണ്ട് കോടതിയിൽ പറഞ്ഞില്ല? അത് പറയാതെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുമ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാവുന്നത് എത്ര തുക കടമെടുക്കാൻ പറ്റും, അതിന് എത്ര അനുവദിക്കാൻ പറ്റും, അതായത് കോടതി, അതായത് ശ്രീ സജീവൻ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം കോടതിക്ക് മുമ്പിൽ നല്ല പിള്ള ചമയുക, ചർച്ചയ്ക്ക് വരുമ്പോൾ വിരട്ടുക എന്ന ഒരു ശൈലി അതിലുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ബാലഗോപാൽ പറഞ്ഞുള്ളത്. ഇനി ബാലഗോപാൽ ഈ കാര്യം പറഞ്ഞില്ലായിരിക്കും, ചർച്ച കഴിഞ്ഞു. ഇതിൽ ചർച്ചയുടെ കാര്യം തന്നെ, ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇത്തരത്തിൽ സുപ്രീം കോടതി ആവശ്യപ്പെട്ട് ചർച്ച നടത്തുമ്പോൾ അവിടെ സ്ഥലത്തുണ്ടായിട്ട് പോലും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി അതിൽ പങ്കെടുത്തില്ല. അവർ എണീറ്റ് പോവുകയാണ് ചെയ്തത്. ആ രംഗത്തുണ്ടായത് പോലുമില്ല. നിങ്ങൾ വേണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചോളൂ. അതല്ലല്ലോ ഇതിൽ ആധികാരികമായിട്ട് പറയേണ്ട ആൾ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അവരതിൽ പങ്കെടുത്തില്ല. എന്നിട്ടാണ് ഈ തരത്തിൽ തരാൻ പറ്റില്ല, കേസ് പിൻവലിക്കണം എന്നുള്ള പ്രശ്നം വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് കോടതി പിന്നീട് ഈ സംഭവമൊക്കെ കോടതിയിൽ ബ്രീഫ് ചെയ്യുന്നതിന് വരെ കാത്തിരിക്കുമ്പോൾ ജനം ചോദിക്കില്ലേ, നിങ്ങൾ ചർച്ച ചെയ്തിട്ട് എന്തായെന്ന് ചോദിക്കില്ലേ, മാധ്യമപ്രവർത്തകർ ചോദിക്കില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ബാലഗോപാലിന് പറയേണ്ടി വരിക, ഞങ്ങളോട് കേസ് പിൻവലിച്ചാലേ പൈസ തരുള്ളൂ എന്ന് പറഞ്ഞു. അതാണല്ലോ ബാലഗോപാൽ പറഞ്ഞിട്ടുള്ളത്. അത് സബ് ജുഡീസ് ആവില്ല. കാരണം ഈ സബ് ജുഡീസ് ആവണമെന്നുണ്ടെങ്കിൽ കോടതി പറയണം ഈ കാര്യം ചർച്ച ചെയ്തിട്ട് ആ കാര്യം ഇത് ഞങ്ങളെ സീൽഡ് കവറിൽ ഞങ്ങൾക്ക് അത് തരണം, പുറത്തു വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അതല്ല, ഇതൊരു നിർദ്ദേശമാണ്. നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുമോ? അതാണ് കോടതി ചോദിച്ചത്. പരിഹരിക്കണമെന്നല്ല, പരിഹരിക്കാൻ പറ്റുമോ? മാത്രമല്ല ആ ചർച്ചയ്ക്ക് ഏതെങ്കിലും രണ്ടു കൂട്ടരും തയ്യാറാണ്. ശരി, അതായത് ശ്രീ കൃഷ്ണദാസ്, താങ്കൾ പറഞ്ഞ വാദം നിലനിൽക്കാത്തതായി പോകുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, കോടതി ചർച്ച ചെയ്യാൻ പറയുമ്പോൾ ആ ചർച്ചയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ള കണ്ടീഷൻസ്, നിർദ്ദേശങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ട്, ഇതെല്ലാം വളരെ തുറന്ന കോടതിയിൽ നടക്കുന്നതാണ്. വളരെ ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതാണ്. ശ്രീ അനിൽകുമാർ അത് സൂചിപ്പിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ മിനിറ്റ്സ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കപിൽ സിബൽ, അതും ശ്രീ അനിൽകുമാർ സൂചിപ്പിച്ചു. കേരളത്തിൻ്റെ അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബൽ ഈ കാര്യം കോടതിയെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ ചർച്ചയിൽ കേന്ദ്രം ഒരു ക്ലോസ് വെക്കുന്നു, ഈ എലിജിബിളായിട്ടുള്ള ഈ പറഞ്ഞ 13,600 കോടി വായ്പ എടുക്കാനുള്ള അനുമതി പോലും ഈ കേസ് പിൻവലിച്ചാലേ നൽകൂ എന്ന ഒരു ക്ലോസ്, ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ളതും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് ധനകാര്യമന്ത്രി ഇത് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സകല വിധത്തിലും ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും വിധം പോകുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി അല്ലെങ്കിൽ ആ സംസ്ഥാന സർക്കാർ അവരെ തിരഞ്ഞെടുത്ത ജനങ്ങളോടല്ലാതെ പിന്നെ ആരോടാണ് ഇതൊക്കെ പറയേണ്ടത്? ശരത്തെ, ബഹുമാനപ്പെട്ട ശ്രീ എ സജീവൻ അദ്ദേഹം സൂചിപ്പിച്ചത് കുറച്ച് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ബാലഗോപാലിൻ്റെയും ഇടതുപക്ഷ പ്രതിനിധിയുടെയും താങ്കളുടെയും എല്ലാം വാചകങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ശ്രീ സജീവനും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ സബ് ജുഡീസ് ആണ് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു കക്ഷിയായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനെ തങ്ങൾക്ക് കിട്ടാനുള്ളത് പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് പറയാനാണല്ലോ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. ശ്രീ സജീവൻ ചോദിക്കുന്നതും താങ്കൾ ചോദിക്കുന്നതും ഒരേ കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളോട് ഇതെല്ലാം പറയണ്ടേ? കേരളത്തിലെ ജനങ്ങളല്ലല്ലോ കേസ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പുറത്ത് മാത്രമാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന കേസിലെ വാദമുഖങ്ങൾ കോടതിക്കകത്ത് നിയമദൃഷ്ട്യാ നിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാമല്ലോ. ആരെങ്കിലും എതിര് നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കോടതി ഒരു നിർദ്ദേശം വെച്ചു, ചർച്ച ചെയ്ത് പരിഹരിക്കണം. ചർച്ച ചെയ്യാൻ നിർമ്മലാ സീതാരാമൻ വന്നോ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ വന്നോ എന്നുള്ളതാണല്ലോ അവിടെ ശ്രീ സജീവൻ ഉയർത്തിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ മന്ത്രിതല ചർച്ചയും അല്ലെങ്കിൽ മന്ത്രിയുടെ പ്രതിനിധിതല ചർച്ചയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തല ചർച്ചയും എല്ലാം നടന്നുകൊണ്ടിരിക്കുക. അതിൽ ആര് വന്നു ആര് വന്നില്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ചർച്ചയിൽ കൃത്യമായ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ടോ? അതിൽ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ ഗൗരവമുള്ളതാണോ? അതിൽ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥതലങ്ങളുണ്ടോ? ഇത് മാത്രമേ അതിൽ പരിശോധിക്കപ്പെട്ടിട്ടുള്ളൂ. പിന്നെ ശ്രീ അനിൽകുമാർ സൂചിപ്പിക്കുന്നത് അത് ബാലഗോപാലിൻ്റെ മുഖവിലക്കെടുക്കാത്തതുപോലെ തന്നെ ഞാനതിന് മുഖവിലക്കെടുക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. അത് കവലപ്രസംഗത്തിലും പാർട്ടി യോഗങ്ങളിലും മാത്രം കൊള്ളാം. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് പറയാൻ പറ്റുന്നൊരു വാദമുഖമല്ല ശ്രീ അനിൽകുമാർ ഉയർത്തിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം കോടതിയിൽ നിലനിൽക്കുമ്പോൾ അതിൽ ഉയർത്തിയിട്ടുള്ള കാര്യങ്ങളിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ ആ മെറിറ്റിൽ ആർഗ്യൂ ചെയ്യാമല്ലോ. അതിനുശേഷം പുറത്ത് കോടതിയുടെ വരാന്തയിൽ വന്നതിന് ശേഷം കപിൽ സിബൽ പറഞ്ഞു, മറ്റാരെങ്കിലും പറഞ്ഞു,
അല്ലെങ്കിൽ ഞങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇതിനൊക്കെ എന്താ പ്രസക്തിയുള്ളത്? കോടതിയിൽ കൃത്യമായ കണക്കുണ്ടല്ലോ, കണക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടല്ലോ. ആ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ എന്തെങ്കിലും മടിയുണ്ടായിട്ടാണോ? കേരളത്തിന് ആവശ്യപ്പെടാൻ മടിയില്ലാത്തത് കൊണ്ടാണല്ലോ കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേസ് കൊടുക്കാനുള്ള അധികാരം കേരളത്തിനുണ്ട്, മറുപടി പറയാനുള്ള അധികാരം കേന്ദ്രത്തിനുണ്ട്. അത് പരിഹരിക്കാനുള്ള ഒരവസരം ഉണ്ടാകുമ്പോൾ അത് പരസ്പരം ധാരണയോടുകൂടി സംസാരിച്ച് തീർക്കേണ്ടതാണെങ്കിൽ സംസാരിച്ച് തീർക്കുക, അതല്ലെങ്കിൽ അത് ആവശ്യപ്പെട്ടത് കിട്ടാനുള്ളതാണെങ്കിൽ വാങ്ങിയെടുക്കാനുള്ള മിടുക്ക് കാണിക്കുക എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ കിട്ടാനുള്ളതാണെങ്കിൽ അത് കൃത്യമായ കണക്ക് പറഞ്ഞ് വാങ്ങിയെടുക്കുക എന്നുള്ളതല്ലാതെ, അതിന് പകരം വരാന്തയിൽ വന്ന് നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായി ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതെല്ലാം ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളതാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നാണെങ്കിലും അവിടെ ഇരുന്നാണെങ്കിലും എവിടെ ഇരുന്നാണെങ്കിലും പത്രസമ്മേളനം നടത്തി എന്തും പറയാമല്ലോ. അത് റിപ്പോർട്ട് ചെയ്യാനാണല്ലോ നിങ്ങളടക്കമുള്ള ചാനലുകളുള്ളത്. അതെപ്പോഴും പറയാനുള്ള അധികാരം കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിക്കുണ്ട്, അദ്ദേഹത്തിനത് പറയാം. പക്ഷേ കിട്ടാനുള്ളതേ കിട്ടൂ. അത് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും കേരളത്തിനാണെങ്കിലും മറ്റ് സംസ്ഥാനത്തിനാണെങ്കിലും അർഹതയില്ലാത്തതോ കണക്കിൽപ്പെടാത്തതോ കണക്കുകൾ കൊണ്ട് യോജിക്കാത്തതോ കിട്ടാൻ ഇപ്പോഴത്തെ ധനകാര്യ മാനദണ്ഡ പ്രകാരം കിട്ടാൻ അർഹതയില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ ആൻസർ പറയും. അവിടെ ഞാൻ സൂചിപ്പിച്ചത് ഇത് ഏതെങ്കിലും തരത്തിൽ കോടതിക്ക് എതിരാണെന്നോ കോടതി അലക്ഷ്യമാണെന്നോ എന്നല്ല ശ്രീ സജീവൻ. ഞാൻ സൂചിപ്പിച്ചത് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ചർച്ച ലൈവായി ഒരു TV ചാനലിൻ്റെ മുൻപിലോ മുഴുവൻ മാധ്യമപ്രവർത്തകരുടെ മുൻപിലോ നടത്തിയാൽ മതിയായിരുന്നല്ലോ. അങ്ങനെയല്ലല്ലോ നടന്നിട്ടുള്ളത്. അപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിലും കോടതിയുടെ അഭിപ്രായ പ്രകടനത്തിൻ്റെ ഭാഗമാണെങ്കിലും ആ ചർച്ചകൾ നടക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രിതലത്തിലുമാണ്. ആ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ആ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം നിങ്ങൾ അങ്ങാടിയിൽ തോറ്റതിന് ഒരു ചൊല്ലുണ്ടല്ലോ എന്നതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തും അങ്ങാടിയിൽ നിന്ന് പറയാം. അങ്ങാടിയിൽ നിന്ന് പറയുന്നതെല്ലാം കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ശ്രീ ബാലഗോപാൽ വീണ്ടും അങ്ങാടിയിൽ ഇറങ്ങിയിരിക്കുന്നത്. അത് നടക്കുമോ എന്നുള്ളത് അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ടതാണ്. പിന്നെ ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി നമുക്ക് എന്തും പറയാം, അതൊക്കെ ബഹുമാനപ്പെട്ട കോടതിയിൽ നിലനിൽക്കുമോ എന്നുള്ളത് ഉപദേശപ്രകാരം ശ്രീ ബാലഗോപാൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക് വരികയാണ്. ഒടുവിൽ പറഞ്ഞ് ശ്രീ അനിൽകുമാർ ചാനൽ ചർച്ച ശ്രീ കൃഷ്ണദാസ്, താങ്കൾ ചാനൽ ചർച്ച പറഞ്ഞ് എന്തും പറയാം എന്ന് പറഞ്ഞാൽ താങ്കൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഒരു കഥയില്ലാത്ത കാര്യങ്ങളാണ് എന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്നതായി പ്രേക്ഷകർക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ ചർച്ചയുടെ ഒരു ഗൗരവത്തെ എല്ലാം പറഞ്ഞ ശേഷം താങ്കൾ തന്നെ ഇല്ലായ്മ ചെയ്യരുത് എന്നുകൂടിയാണ്. താങ്കളുടെ തന്നെ വാദത്തെയാണ് ദുർബലപ്പെടുത്തുക. അതിൽ കുഴപ്പമില്ല, അതിൽ കുഴപ്പമില്ല. നമ്മൾ പറയുന്നതിൽ ഒരു ക്രെഡിബിലിറ്റി ഒക്കെ വേണ്ടേ? ജനങ്ങളെ ധരിച്ചോട്ടെ. അതിൽ എനിക്ക് അഭിപ്രായം. ശരി, ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക് കേട്ടിരുന്നപ്പോൾ തോന്നിയതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീ അനിൽകുമാർ, അതായത് ഇപ്പോൾ ബാലഗോപാലിൻ്റെ വാർത്താ സമ്മേളനം, കേരളത്തിൻ്റെ അഭിഭാഷകൻ കപിൽ സിബൽ കോടതിക്കകത്തല്ല കോടതിക്ക് പുറത്ത് വാദം പറയുന്നു എന്ന നിലയിലേക്കൊക്കെ അദ്ദേഹം അതിനെ വിശദീകരിച്ച് താങ്കളുടെ മുമ്പിലുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, ആദ്യഘട്ടത്തിൽ ഈ വിഷയം യഥാർത്ഥത്തിൽ പുറത്ത് ജനങ്ങളോട് പറയുന്നത് പോലെ തന്നെ കോടതിയിലും അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് താങ്കൾ മിനിറ്റ്സിനെ ഉദാഹരിച്ചു, കേരളത്തിൻ്റെ അഭിഭാഷകനെ ഉദാഹരിച്ചു. ആ നിലയിൽ അതിന് മറുപടി പറയാൻ ശ്രീ കൃഷ്ണദാസിന് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ വാദം, BJPയുടെ ആ വാദം നിലനിൽക്കുന്നതല്ല എന്നൊരവസ്ഥയിലേക്ക് ബാലഗോപാൽ വിശദീകരിക്കുന്നതിനെക്കുറിച്ച് BJP നടത്തുന്ന വിശദീകരണം നിലനിൽക്കുന്നതല്ല എന്നൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ആകെ ചുരുക്കിയെടുത്താൽ ഇത് ജനങ്ങളുടെ കേസല്ല. കേരളത്തിൻ്റെ സുപ്രീം കോടതിയിലെ കേസ് എന്നുള്ളത് ജനങ്ങളുടെ കേസല്ല, ഇത് സർക്കാരിൻ്റെ കേസാണ്. സർക്കാർ ജനങ്ങളുടേതാണ് സ്വാഭാവികമായി, പക്ഷേ ഇത് സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യാർത്ഥമുള്ള കേസാണ് എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള വിമർശനത്തെ ആകെ ചുരുക്കിയെടുത്താൽ. മറുപടി. കോടതിയിൽ നടക്കുന്ന കാര്യം മന്ത്രിമാരാരും പുറത്തു പറയാൻ പാടില്ല, ചർച്ച ചെയ്യാൻ പാടില്ല, ചാനൽ ചർച്ചയിൽ ഒട്ടും പറയാൻ പാടില്ല എന്നുള്ള BJPയുടെ നിലപാട് ഞാൻ കൗതുകത്തോടെ കേൾക്കുകയായിരുന്നു. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഭരണകൂടവും എല്ലാം കോടതി തോറ്റു കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, കുചേലൻ ഒരു ശകല അവലും കൊണ്ടുപോയി ശ്രീകൃഷ്ണന് കൊടുത്തു, അത് മഹാകുറ്റമായിപ്പോയി. ആരാ ചെയ്തത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി. ആരാ കുചേലൻ? അദാനി. ആരാണ് ശ്രീകൃഷ്ണൻ? BJP. ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കുന്ന വിധം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് കൊടുക്കുന്നതിന് നിയമവിരുദ്ധമായി ആ കാര്യങ്ങളെല്ലാം കൈപ്പറ്റുന്നതിന് നിയമപരമായ ഒരു വഴി ഉണ്ടാക്കിയപ്പോൾ അത് നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ കേരളത്തിൽ കേൾക്കുന്നൊരു വാർത്ത ഉണ്ടല്ലോ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ കാലമാണല്ലോ. ഏറ്റവും വലിയ സീരിയസ് ഫ്രോഡാണ് നരേന്ദ്രമോദി നടത്തിയത്.
എന്താണ് നരേന്ദ്രമോദി നടത്തിയത്? കമ്പനി നിയമം ഭേദഗതി ചെയ്തു. ഒരു കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിൽ 10% അല്ലെങ്കിൽ നിശ്ചിത ശതമാനം നിങ്ങൾക്ക് സംഭാവന കൊടുക്കാം. ഒരു ലാഭവും വേണ്ട, കമ്പനിയുടെ മൊത്തം കാശ് സംഭാവന കൊടുത്താലും ചോദിക്കാൻ പറ്റത്തില്ല, നിയമം ഭേദഗതി ചെയ്തു. ഇതിനെ സീരിയസ് ഫ്രോഡെന്നാണ് പറയുന്നത്. SFIO അന്വേഷിക്കേണ്ട കുറ്റമാണ് BJP ചെയ്തത്, നരേന്ദ്രമോദി ചെയ്തത്. അന്വേഷിക്കാൻ പറ്റാത്തതിന് കാരണം നിങ്ങൾ കമ്പനി നിയമം ഭേദഗതി ചെയ്തു. റിസർവ് ബാങ്കിൻ്റെ വെല്ലുവിളി, റിസർവ് ബാങ്കിൻ്റെ എതിർപ്പിനെ മറികടന്നു, ഇലക്ഷൻ കമ്മീഷൻ്റെ എതിർപ്പിനെ മറികടന്നു. ഈ പണിയെല്ലാം ചെയ്തിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് കേസ് തോറ്റു കഴിഞ്ഞപ്പോൾ കുചേലന അവലിൻ്റെ കഥയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുന്നത്, നിങ്ങൾ അദാനിയെ കുചേലനാക്കുകയാണോ? എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ആ കഥ തന്നെ നിങ്ങൾക്ക് തന്നെ എതിരാണ്. കാരണം എന്താണ്? അങ്ങനെ അവൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം എന്താണ്? ശ്രീകൃഷ്ണൻ്റെ രാജധാനിയിലെ സമ്പത്ത് മുഴുവൻ കുചേലൻ്റെ വീട്ടിലേക്ക് പോയി എന്ന കഥ. ഇതുപോലെ ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന BJPക്കാർ ആർക്ക് കൊടുത്തിരിക്കുകയാണ്? അദാനിക്ക് കൊടുത്തിരിക്കുകയാണ്. അത് സത്യമാണ്. അതുകൊണ്ട് കോടതി പറയുന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയരുത് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ വാദമൊക്കെ നമുക്ക് വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ ബാലഗോപാൽ കേരളത്തിൻ്റെ കേസല്ലേ പറഞ്ഞത്? കേരളത്തിലെ ജനങ്ങളുടെ കേസല്ലേ പറഞ്ഞത്? അതാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. കേരളത്തിൻ്റെ കേസും കേരളത്തിലെ ജനങ്ങളുടെ കേസും മാത്രമാണ് പറഞ്ഞത്. അത് നിയമസഭാ പ്രമേയത്തിൻ്റെ ബലമുണ്ട് അതിൻ്റെ അടിയിൽ. നിയമസഭാ പ്രമേയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനകത്ത് എന്താ വ്യക്തത കുറവ്? ആ നിയമസഭാ പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിയമസഭാ പ്രമേയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായി പറയാനുള്ള ചുമതല കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിക്കില്ലേ? അതെന്താ അങ്ങനെ മറന്നു പോണത്? അപ്പോൾ എന്താ അതിൻ്റെ അകത്തൊരു കുഴപ്പം വരുന്നത്? പ്രശ്നം എന്താണ്? സാമ്പത്തികത്തിൻ്റെ കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു തർക്കവും ഈ കേസിനകത്തില്ല, അത് പറയേണ്ട കാര്യമില്ല. 2, കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അമിതഭാരം എന്ന് പറഞ്ഞ പോലെ ഒരു 13,000 കോടി രൂപ തരണമെന്നുണ്ടെങ്കിൽ കേസ് പിൻവലിക്കണം എന്നുള്ള പുതിയ വ്യവസ്ഥ വെച്ചു. അതാണ് തർക്കം. ഈ 13,000 കോടി രൂപ തർക്കത്തിനേ ഇല്ല. കാരണം രൂപയല്ല തർക്കം, നയമാണ് തർക്കം. ഞങ്ങൾക്ക് കടമെടുക്കാൻ ഒരു സംസ്ഥാനത്തുള്ള അവകാശം നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്? അപ്പം നിഷേധിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് നിങ്ങൾ കിബി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സംവിധാനമാണ്. അപ്പം നിങ്ങൾ ദേശീയപാതയോ? ദേശീയപാതയ്ക്ക് കടമെടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ കടത്തിൽപ്പെടുത്തി കാണിക്കാമോ? നിങ്ങൾ അടൽ സേതുവിന് കടമെടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ കടത്തിൽപ്പെടുത്തി കാണിക്കാമോ? കേരളത്തിന് പുറത്ത് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിനും കേന്ദ്രം ഗ്യാരണ്ടി കൊടുത്തിട്ട് അതൊന്നും കേന്ദ്രത്തിൻ്റെ കടത്തിലേ വരുന്നില്ല. മലയാളിയുടെ കടമാണ്, ഇന്ത്യയുടെ കടമാണ്, കേന്ദ്രത്തിൻ്റെ കടത്തിൻ്റെ കണക്കിൽ വരുന്നില്ല. ഇതാണ് തട്ടിപ്പ്. രണ്ടാമത്തെ തട്ടിപ്പ് എന്താണ് നരേന്ദ്രമോദി കാണിച്ചത്? നിങ്ങളിപ്പോൾ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുമായി പങ്കിടേണ്ടത് ആകെ പിരിക്കുന്നതിന് 40% തുകയാണ്. നിങ്ങൾ ചെയ്തത് എന്താണെന്നറിയാമോ? 13% തുക സംസ്ഥാനങ്ങളുമായി പങ്കിടാത്ത വിധം സെസ്സായി പിരിക്കാൻ തുടങ്ങി. മൻമോഹൻ സിംഗ് 3% സെസ് പിരിച്ചിരുന്നത്, നിങ്ങൾ 13% സെസ് പിരിക്കുന്നു. മനസ്സിലാക്കിക്കോണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കും, സംസ്ഥാനങ്ങളുമായി പങ്കിടാത്ത ഒരു വലിയ വരുമാനം കേന്ദ്രത്തിന് വരികയാണ്. മൂന്നാമത് എന്താ കാണിച്ചത്? കേന്ദ്രത്തിന് ഈ പെട്രോളിൻ്റെ നികുതി പിരിക്കാൻ പ്രത്യേക അധികാരമുണ്ടോ? ഒരധികാരമില്ല. അത് സംസ്ഥാനങ്ങൾക്കുള്ളതാ. അതിൻ്റെ മേലെ കേന്ദ്രം 3 ഇരട്ടി 4 ഇരട്ടിയായിട്ട് നികുതി വർദ്ധിപ്പിച്ചു. ഇതിൻ്റെ എല്ലാം ഫലമായി ഉണ്ടായ സ്വത്ത് നിങ്ങൾ എന്ത് ചെയ്തു? ഇതാണ് ഞങ്ങളുടെ അടുത്ത ചോദ്യം. അത് ഓരോ സംസ്ഥാനങ്ങൾക്കും പാക്കേജ് കൊടുക്കുന്നു. കേരളത്തിന് പാക്കേജ് ഇല്ല, വിവേചനമാണ്. നമുക്ക് ഓരോന്നും ഉദാഹരണ സഹിതം കൊണ്ട് പറയാനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്തത് എന്താണ്? കേന്ദ്ര പദ്ധതി സംസ്ഥാന പദ്ധതി നിങ്ങൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കേന്ദ്ര വിഹിതം 75% അത് 60% കുറച്ചപ്പോൾ കേരളത്തിന് പൊള്ളുവോ? അത് ബാലഗോപാലിൻ്റെ വീട്ടുകാരിയാണോ പറയുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര പദ്ധതി നടപ്പാക്കുമ്പോൾ നമ്മൾ ആദ്യം പണം ഉണ്ടാക്കണം. ശരി, ഞങ്ങൾ ആദ്യം പണം ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? കേരളത്തിൻ്റെ ബഡ്ജറ്റിനകത്തെ കടം വാങ്ങലായി മാറും. കേന്ദ്രത്തിന് വേണ്ടി കടമെടുക്കുന്ന നിങ്ങളൊന്ന് ഒഴിവാക്കി തരിക. അതെന്താ? ഞങ്ങൾ കടം വാങ്ങിച്ചിട്ട് പലിശ ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങൾ പൈസ തരുമ്പോൾ വീട്ടിക്കോളാം. അപ്പോൾ അല്ലല്ല, ഇപ്പം തന്നെ കേരളത്തിൻ്റെ കടബാധ്യത പെടുത്തും. എങ്ങനെയും സംസ്ഥാന സർക്കാരിനെ ശ്വാസം മുട്ടിക്കുക. ശ്വാസം മുട്ടിച്ചു കഴിഞ്ഞാൽ പെൻഷൻ മുടങ്ങുമല്ലോ, ശ്വാസം മുടിച്ചു കഴിഞ്ഞാൽ KSRTC പെൻഷൻ മുടങ്ങുമല്ലോ, ശമ്പളം മുടങ്ങുമല്ലോ, സപ്ലൈകോ തകരുമല്ലോ, സർക്കാർ ജീവനക്കാർക്ക് DA കൊടുക്കാൻ പറ്റാതാകുമല്ലോ. അങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ക്ഷേമ പ്രവർത്തനവും വികസന പ്രവർത്തനവും മൂക്കുമുറിച്ച് ശകനം മുടക്കണമെന്ന വാശിയാണ് കേന്ദ്രത്തിലെ BJP. അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ കുഴപ്പമില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം, വികസിതമായ ഒരു സംസ്ഥാനം നിങ്ങൾ ഭരിക്കുന്നില്ല. ഇന്ത്യയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് പൊതുവികസിതം. ആ സംസ്ഥാനങ്ങളിൽ വികസിതമായ ഏതെങ്കിലും നിങ്ങൾ ഭരിക്കുന്നുണ്ടോ? നിങ്ങൾ ഭരിക്കുന്ന ഗുജറാത്ത് നോക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ജീവ നിലവാരം നോക്ക്. ഗുജറാത്തിൽ ഈ കൊല്ലം 32 പേരെയാണ് അവിടുത്തെ PSC നിയമിച്ചിരിക്കുന്നത്.
കേരളത്തിലോ അതിൻ്റെ 1000 ഇരട്ടി 32,000 പേരെ ഒരു കൊല്ലം നിയമിക്കുകയാണ് കേരളത്തിലെ PSC. ഇവിടെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് മേലെ കേന്ദ്രം കടന്നു കയറരുത്. അന്തസ്സായിട്ടൊരു കാര്യം ചെയ്യണം. ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് പറഞ്ഞല്ലോ, മന്ത്രിമാർ ചർച്ചയിൽ പങ്കെടുത്തില്ല. സെക്രട്ടറിമാർ തമ്മിൽ ചർച്ച പങ്കെടുത്തു, തീർന്നില്ല കേട്ടോ. എന്നാൽ മന്ത്രിമാർ തമ്മിൽ ഇരിക്കാം, ധനകാര്യമന്ത്രിയും അതുപോലെ തന്നെ നിർമ്മല സീതാരാമനോട് ഇരിക്കാം, ഉദാരത കാണിച്ചോ? കേരളത്തിലെ BJP ഘടകം പറഞ്ഞോ നിർമ്മല സീതാരാമനെ ആ ബാലഗോപാലോട്ട് സംസാരിച്ച്? എന്താ നിങ്ങൾ പറയാഞ്ഞത്? ബാലഗോപാൽ കേന്ദ്രത്തിൽ പോയി, എന്നാൽ ഞാൻ മന്ത്രിയോട് മാത്രമേ സംസാരിക്കൂ എന്നുള്ള വലിയ ഭാവമൊന്നും ബാലഗോപാൽ കാണിച്ചില്ല. മലയാളിക്ക് വേണ്ടിയാണ് സംസാരിക്കാൻ പോയത്. അതുകൊണ്ട് അദ്ദേഹം ദുരഭിമാനത്തിലൊന്നും പോയില്ല. അത് വിടിഞ്ഞ് തന്നെ സെക്രട്ടറിയുടെ ചർച്ചയ്ക്ക് പോയി. സെക്രട്ടറി തല ചർച്ച പരാജയപ്പെട്ടാൽ മന്ത്രിതല ചർച്ച വേണ്ടേ? അങ്ങനെയല്ല ഇന്ത്യ രാജ്യത്ത് സ്ഥാനപതിമാർ തമ്മിൽ ചർച്ച നടത്തി കഴിഞ്ഞാൽ പിന്നെ സെക്രട്ടറി തല ചർച്ച പരാജയപ്പെട്ടാൽ പ്രധാനമന്ത്രിമാർ തമ്മിൽ ചർച്ച. ഇതല്ലേ ജനാധിപത്യം ലോകത്ത് നടപ്പാക്കുന്നത്? ആ ലോകത്ത് നിൽക്കുന്ന നയതന്ത്രവുമായി ബന്ധപ്പെട്ട മര്യാദ പോലും മലയാളിയോട് പാടില്ല എന്ന് പറയുന്നൊരു ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്ന മോദി സർക്കാർ. നിങ്ങൾ അടിമുടി കേരള വിരുദ്ധരാണ്, അടിമുടി സംസ്ഥാന വിരുദ്ധരാണ്. അതിൻ്റെ ദുരന്തം കേരളം ഏറ്റുവാങ്ങുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ അണിനിരത്തി നിങ്ങളെ തുറന്നു കാട്ടും, നിങ്ങളെ തിരുത്തിക്കും. നിങ്ങൾ അവിടുന്ന് ഉണ്ടാവാത്ത പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇനി മോദിക്ക് ഇന്ത്യ രാജ്യത്ത് ഭരിക്കാനാവാത്ത വിധമുള്ള പോരാട്ടമാണ് കേരളം ലക്ഷ്യം വെക്കുന്നത്. ശരി, ഇവിടെ ശ്രീ സജീവൻ, ഞാൻ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളുടെ കൂടി ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ. ഇപ്പോൾ ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ധനകാര്യമന്ത്രി പറഞ്ഞത് കർണാടകയുടെ പ്രശ്നമാണ്, ബംഗാളിൻ്റെ പ്രശ്നമാണ്, ദില്ലിയുടെ പ്രശ്നമാണ്, പഞ്ചാബിൻ്റെ പ്രശ്നമാണ്, അങ്ങനെ ഒട്ടേറെ സംസ്ഥാനങ്ങൾ. അപ്പോൾ അവരെ എല്ലാം കൂട്ടി യോജിപ്പിക്കുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്വവും സംസ്ഥാനം ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകുന്നു സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഇത്തരം ഗുരുതരമായ ഗൗരവമായ പ്രശ്നങ്ങൾ വരുമ്പോൾ മന്ത്രിമാർ തമ്മിൽ സംസാരിക്കുമ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയോട് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു ഔദാര്യമൊന്നുമല്ല. അതൊരു ധാർഷ്ട്യമായി കണ്ട് നിങ്ങൾ സെക്രട്ടറിയോട് സംസാരിക്കൂ എന്ന നിലയിൽ ഒരു നിലപാടെടുക്കേണ്ട പ്രശ്നവുമല്ല. പക്ഷേ അതിനെ വളരെ സ്വാഭാവികമായി ആര് ചർച്ച നടത്തിയാൽ എന്താ, കാര്യം നടന്നാൽ പോരെ എന്ന മട്ടിൽ ഒരു വിശദീകരണം BJPയുടെ ഭാഗത്തു നിന്ന് വന്നാൽ കേരളം പോലൊരു സംസ്ഥാനത്തിന് അത് സ്വീകാര്യം. ആരോടും കാണിക്കാൻ പാടില്ലാത്ത ഒരു സമീപനത്തിൻ്റെ പ്രകടമായ ലക്ഷണം അതിനകത്തുണ്ടോ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും? സ്വാഭാവികമായും അത്തരമൊരു ചർച്ചയിൽ മന്ത്രി വിട്ടുനിൽക്കിയ ഉദ്യോഗസ്ഥർ ആ ഒരു രാഷ്ട്രീയ നിർദ്ദേശാനുസരണം നിങ്ങൾ പോയി കേസ് പിൻവലിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് ഇനി പണം തരൂ എന്ന് പറയുന്ന നിലയിലേക്ക് അങ്ങനെ ഒരു ചർച്ച വഴിമാറിപ്പോയാൽ ഏതെങ്കിലും തരത്തിൽ അത്ഭുതപ്പെടേണ്ടതുണ്ടോ? ഈ ഇന്ത്യയിലെ ഉള്ള സംസ്ഥാനങ്ങളും കേന്ദ്രവും ഈ കേന്ദ്രത്തിന്റെ സാമന്ത രാജ്യങ്ങളൊന്നുമല്ല ഈ സംസ്ഥാനങ്ങള്. ഈ ഫെഡറൽ സംവിധാനത്തില് സാമന്തമായിട്ടുള്ള ഒരു പദവിയില്ല. നമ്മൾ പ്രത്യേകിച്ച് പൂർണ്ണമായിട്ടുള്ള ഫെഡറൽ സിസ്റ്റം അല്ലെങ്കിൽ പോലും നമ്മൾ ഏതാണ്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഘടകമാണ് സംസ്ഥാനം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് ആ ഓരോ ഭരണകൂടത്തെ, ഇപ്പം ഒരു തദ്ദേശ സ്ഥാപനത്തിലെ പ്രസിഡന്റ്, ഒരു പഞ്ചായത്തിലെ പ്രസിഡന്റ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു ബഹുമാനമുണ്ട്, അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു പരിഗണനയുണ്ട്. ആ പരിഗണന തീർച്ചയായിട്ടും കൊടുക്കേണ്ട. ഇവിടെ സുപ്രീം കോടതിയാണ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ പരിഹരിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ വക്കീലുമാർ തമ്മിൽ സംസാരിച്ച് തീർക്കാനല്ലല്ലോ കോടതി പറയുന്നത്. രണ്ട് വിഭാഗത്തിന്റെ അഭിഭാഷകർ ചേർന്നിട്ട് കാര്യം ചർച്ച ചെയ്യാനാണ് പറയുന്നത്. അതല്ല, ഈ സെക്രട്ടറിമാർക്ക് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ പറ്റുമോ? അത് ഭരണപരമായിട്ടുള്ള കാര്യമാണ്, നയപരമായിട്ടുള്ള കാര്യമാണ്. നയപരമായിട്ടുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഒരു സെക്രട്ടറിക്കും ഉണ്ടാവില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് അവർ തീരുമാനമെടുക്കണമെങ്കിൽ ഭരണകൂടത്തോട്, ആ ബന്ധപ്പെട്ട മന്ത്രിയോട് ഒക്കെ ചോദിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ഇത്തരം കാര്യത്തിൽ സുപ്രീം കോടതിയെ പോലെ പരമോന്നത നീതിപീഠം ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ, അതിന് നിർദ്ദേശം വെക്കുമ്പോൾ ആ ചർച്ചയിൽ രണ്ട് മന്ത്രിമാരും തമ്മിൽ സംസാരിക്കുകയാണ് വേണ്ടത്. കാരണം ഇതിൽ സുപ്രധാനമായ കാര്യമാണ്. ഒരു ചർച്ച കഴിഞ്ഞ് വേറെ ചർച്ച, അത് കഴിഞ്ഞ് വേറെ ചർച്ച എന്നുള്ളതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇതിൽ ഒറ്റ കാര്യം തീർപ്പ് കൽപ്പിക്കാൻ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. എത്ര രൂപ കടമെടുക്കാൻ കേരളത്തിന് അനുമതി കിട്ടും, എത്ര കിട്ടില്ല എന്നുള്ളതാണ്. അതിന് വാദപ്രതിവാദങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട രേഖകളൊക്കെ വെക്കാം. പക്ഷെ ഇതിൽ നയപരമായിട്ട് എടുക്കേണ്ട തീരുമാനമുണ്ട്. അത് കേരളത്തിന്റെ ആവശ്യം ശക്തമായിട്ട് പറയാൻ കേരളത്തിലെ ധനകാര്യ സെക്രട്ടറി പോയതുകൊണ്ട് കാര്യമില്ല. ആ മന്ത്രി തന്നെ പോകണം. സർക്കാരിന്റെ പ്രതിനിധിയാണ്. സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതുപോലൊരു സീരിയസ് ആയി കേസും കൊടുത്തിട്ട് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് കോടതി പറഞ്ഞിട്ട് ഇവിടുന്ന് ധനകാര്യമന്ത്രി പോകാതെ വകുപ്പ് സെക്രട്ടറിയെ മാത്രം അയച്ചാൽ അത് ഏത് തരത്തിലാവും? ബന്ധപ്പെട്ട ആളുകൾ, ഇതിനെയൊക്കെ എതിർക്കുന്ന ആളുകളാണെങ്കിൽ പോലും ആ ഘട്ടത്തിൽ നേരെ പ്ലേറ്റ് തിരിക്കില്ലേ? തീർച്ചയായിട്ടും അത് ശരിയുമല്ല. കാരണം
വളരെ കോടതി ഇത് വിശ്വസിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ഒരു പ്രശ്ന പരിഹാരത്തിനാണ് കോടതി പറയുന്നത്. വെറുതെ ഒരു ചർച്ച നടത്തിയിട്ട് പിരിയുക അങ്ങനെയുണ്ടല്ലോ. ഇപ്പൊ നമ്മള് കുടുംബ കോടതിയിലൊക്കെ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു കടമ നിർവഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ്. അതേപോലെ അല്ല ഇവിടെ വേണ്ടത്. ഇത് കോടതി ആവശ്യപ്പെടുന്നത് നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കൂ എന്നുള്ളതാണ്. പരിഹരിക്കാൻ കഴിയും, കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പരിഹരിക്കാവുന്ന ഒരു കാര്യം. അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ സെക്രട്ടറിമാർക്ക് കഴിയില്ല. ഏതെങ്കിലും ഒരു ക്ലർക്ക് ഇത്തരം കാര്യങ്ങളുടെ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ഈ സംസ്ഥാനത്തിലെ ധനകാര്യ വകുപ്പിലെ ഒരു ക്ലർക്കും കേന്ദ്രത്തിലെ ഒരു ക്ലർക്കും വിചാരിച്ചാൽ അവർക്ക് കാര്യങ്ങളൊക്കെ വിശദമായി പറയാൻ പറ്റും. പക്ഷെ അതല്ലല്ലോ വേണ്ടത്. അവർക്ക് ഇതിൽ തീരുമാനത്തിൽ എത്താൻ പറ്റും. വകുപ്പ് സെക്രട്ടറിമാർക്ക് ഇതിൽ തീരുമാനത്തിൽ എത്താൻ പറ്റും. അവർക്ക് പറ്റില്ല. കാരണം ഇത് നയപരമായ കാര്യമാണ്. നയപരമായ കാര്യങ്ങളിൽ തീരുമാനം കൊണ്ടുവരേണ്ടത്, തീരുമാനം എടുക്കേണ്ടത് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട ജനപ്രതിനിധി തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ മന്ത്രി തന്നെ ആയിരിക്കണം. ഈ രണ്ട് മന്ത്രിമാരും ഇരുന്ന് ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഈ സെക്രട്ടറിമാർക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റാതെ ആദ്യമേ തന്നെ തീരുമാനത്തിന് അവർ കേസ് പിൻവലിക്കട്ടെ, എന്നിട്ട് നമ്മൾ നോക്കാം എന്ന് ആരെങ്കിലും ഒരുപക്ഷെ നിർമ്മലാ സീതാരാമൻ തന്നെ അവര് ഈ സെക്രട്ടറിയോട് പറയണ്ട, അവർ കേസ് പിൻവലിച്ചു വരട്ടെ, എന്നാ നമുക്ക് വേണ്ട പരിഗണിക്കാം എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്താൻ ആ സെക്രട്ടറി കഴിയില്ല. കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ സെക്രട്ടറിക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് മന്ത്രിമാർ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ വിട്ടുവീഴ്ചകളോട് കൂടിയിട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമായിരുന്നു. അത് ഉണ്ടായില്ല എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. നിർമ്മലാ സീതാരാമൻ അവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണെങ്കിൽ, അവർക്ക് വല്ല അസുഖം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. ധനകാര്യ മന്ത്രാലയത്തിൽ തന്നെ അവരുണ്ടായിരുന്നു. വിഷ്വൽസ് നമ്മൾ കണ്ടതാണ്. അതെ അതെ, ഓക്കെ. ശ്രീ കൃഷ്ണദാസ്, നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം കൂടി അവസാനമായി, അതായത് കേരളത്തിലെ BJP ഘടകത്തെയാണ് ഇത് കൂടുതൽ ദോഷകരമായി ബാധിക്കാൻ പോകുന്നത്. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞ ആ 2-3 വാചകങ്ങൾ അങ്ങേയറ്റം ഗൗരവമുള്ളതും ശക്തവുമാണ്. അതായത് മോദി സർക്കാർ, BJP അങ്ങേയറ്റം കേരള വിരുദ്ധരാണ്. അത് നാൾക്ക് നാൾ കൂടുതൽ വെളിവാകും വിധം കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ശരത്തെ, എൻ്റെ സമയത്തിൽ ഇടപെടരുത്. ഒന്ന്. രണ്ടാമത്തത്, ശ്രീ അനിൽകുമാർ പറയുന്നത് അദ്ദേഹം SFIOയെ സംബന്ധിച്ച് പറയുകയാണ്. അദ്ദേഹം ഈ ഉപദേശം നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഒരുങ്ങുമായിരുന്നു. എനിക്ക് അത്രയും ആ കാര്യത്തിൽ പറയാനുള്ളൂ. ഒറ്റ വാചകമേ അതിൽ പറയാനുള്ളൂ. ശ്രീ സജീവൻ പറഞ്ഞത് അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, മന്ത്രിതല ചർച്ച നടത്തുന്ന ഒരു സാഹചര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം, ഈ കേസ് നൽകിയിരിക്കുന്ന കേരളത്തിന് വേണ്ടി മന്ത്രിയല്ല, ശ്രീ ബാലഗോപാലല്ല. അത് അങ്ങനെ നടക്കുന്ന ഒരു സംവിധാനമല്ലല്ലോ കേസിനകത്തുണ്ടാകുന്നത്. സെക്രട്ടറിമാർ ആയിട്ടുള്ളവരോ അഡീഷണൽ സെക്രട്ടറിമാരായിട്ടുള്ളവരോ ആണ് സാധാരണ നിലക്ക് സംസ്ഥാനത്തിന് വേണ്ടി കേസ് നൽകുന്നത്. അപ്പോൾ കക്ഷികളായിട്ടുള്ള ആളുകളോട് സംസാരിക്കുക എന്ന് പറയുന്നൊരു പ്രൊസീജിയറാണ് ആ ഘട്ടത്തിൽ, പ്രാഥമിക ഘട്ടത്തിൽ നടക്കാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സെക്രട്ടറി തലത്തിലോ അഡീഷണൽ സെക്രട്ടറി തലത്തിലോ ഉള്ള ചർച്ചകൾ നടക്കുന്നത്. അതിൻ്റെ ഒരു റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിതലത്തിലോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ തീരുമാനങ്ങളോ ഉണ്ടാവേണ്ടത്. ശ്രീ അനിൽകുമാർ ഈ കാര്യത്തിൽ കാണുന്നത്, നമുക്ക് എന്താ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് സൂചിപ്പിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹം ഒരു വലിയ അദാനി ഭക്തനാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ കാരണം, തുറമുഖം തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് അദാനി വേണം, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അദാനി വേണം. പിന്നീടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അദാനിയല്ല മോഡിയുടേതാണ്. ഞങ്ങൾക്കതിൽ തെറ്റൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. ശ്രീ അനിൽകുമാർ, അങ്ങേക്ക് അദാനിയെ ആരുടെ ആളായിട്ട് വേണമെങ്കിലും ചിത്രീകരിക്കാം, ആരുടെ ആളായിട്ട് വേണമെങ്കിലും അങ്ങേടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. പക്ഷേ തിരുവനന്തപുരം വിഴിഞ്ഞത്തിൻ്റെ തുറമുഖത്തിൻ്റെ കാര്യത്തിൽ മാത്രം അതിൽ മോഡിയുടെ തലയിലേക്ക് അത് വെക്കരുത് എന്നുള്ള ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ശരത്തനോട് ചോദിച്ചത്, ഇതെല്ലാം കേരളത്തിൽ BJPക്ക് വലിയ അപാകതയായിട്ട് മാറുന്നില്ല. ശരത്തെ, ഈ കേസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, കേരളത്തിൽ മോഡി ഗവൺമെൻറ് നടപ്പാക്കുന്ന വികസന പദ്ധതികൾ അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള പണം, ചെലവഴിക്കുന്ന പദ്ധതികളും പണങ്ങളും ഇതൊക്കെ കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഫ്ലക്സ് വെക്കുന്ന മന്ത്രിമാരെക്കുറിച്ച് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതിൽ ഫണ്ട് കൊണ്ടുവരുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ കേരളത്തിന് വേണ്ടിയാണല്ലോ കേസ് കൊടുത്തത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ, കേരളത്തിന് വേണ്ടിയാണ് കേസ് കൊടുത്തതെങ്കിൽ
കൃത്യമായ കണക്കുകൾ പറഞ്ഞ് ആവശ്യപ്പെട്ട പണം വാങ്ങിയെടുക്കാൻ നോക്കണ്ടേ? മന്ത്രിതല ചർച്ചകളാണ് നടത്തുന്നതെങ്കിൽ അതിനാരെങ്കിലും എതിര് നിന്നോ? അത് ഈ കോടതിയിൽ കേസ് വരുന്നതിന് മുൻപേ എത്രയോ തവണ അവസരങ്ങളുണ്ടായിരുന്നു ആ ചർച്ചകൾ നടത്താമായിരുന്നില്ലേ? എന്തുകൊണ്ട് പോയില്ല? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശ്രീ ബാലഗോപാലിന് കൃത്യമായിട്ടറിയാം, അദ്ദേഹത്തിന് മുട്ടിടിക്കും കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ അടുത്ത് പോകുമ്പോൾ കണക്കില്ലാതെ പോയാൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് ഒരു തവണ അനുഭവം ഉള്ളതാണ്. എന്തിൻ്റെ കാര്യത്തിലാണ്? കേരളത്തിന് ഒറ്റ കാര്യം കൂടി, കേരളത്തിന് 53,000 കോടി രൂപ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു, കള്ളക്കണക്ക്. അവർ ധനകാര്യമന്ത്രി കേന്ദ്രത്തിൻ്റേത് ശ്രീമതി നിർമ്മലാ സീതാരാമൻ കൃത്യമായ കണക്കുകൾ പറഞ്ഞു, ഇത്ര രൂപയെ കൊടുക്കാനുള്ളൂ, കേരളത്തിന് പണം കിട്ടാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടാനുള്ളത് കൊടുക്കാം, കണക്ക് കൊടുത്താൽ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ കൊല്ലങ്ങളായി 2000 മുതൽ 2021 മുതലെല്ലാം കണക്ക് കൊടുക്കാത്ത പണം വീണ്ടും കിട്ടണമെന്ന് ആവശ്യപ്പെടുക. അപ്പൊ കണക്കില്ലാതെ ചെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ മുൻപിൽ നിൽക്കാൻ ധൈര്യമില്ല കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ബാലഗോപാലിന് ധൈര്യമുണ്ടെങ്കിൽ ഈ കേസുമായിട്ടല്ല മുന്നോട്ട് പോകേണ്ടത്, കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ മുന്നിൽ പോയിരുന്ന് കണക്കുകൾ പറഞ്ഞ് പണം വാങ്ങാനായിട്ടുള്ള ആർജവം കാണിക്കണം. അത് മുട്ടിടിക്കാതെ പറയാനുള്ള ആർജവം കാണിക്കണം. അദ്ദേഹത്തിന് മുട്ടിടിക്കുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാത്തത്. കണക്കുണ്ടെങ്കിലേ പോകാൻ കഴിയൂ. പറഞ്ഞത് ആവർത്തനമാകുന്നതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞു, താങ്കളുടെ വാദങ്ങളെല്ലാം പറഞ്ഞു. നേരത്തെ ശ്രീ സജീവനും സൂചിപ്പിച്ചു, അതായത് നമ്മുടെ ധനകാര്യമന്ത്രി ദില്ലിയിലേക്ക് പോയത് ധനകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്യാനാണ്, പക്ഷേ ധനകാര്യമന്ത്രിയെ കാണാനോ ചർച്ച ചെയ്യാനോ കഴിഞ്ഞില്ല. എന്തുവാവട്ടെ, ഞാൻ ശ്രീ അനിൽകുമാറിൻ്റെ അവസാന ഊഴത്തിലേക്ക് ഒന്ന് ചുരുക്കി നമ്മുടെ സമയത്തിനകത്ത് നിർത്തി ഞാൻ ചുരുക്കം വാക്കുകൾ ശ്രീ സജീവനിലേക്ക് വരാം. അതായത് ഈ ധനകാര്യമന്ത്രിമാർ തമ്മിൽ ചർച്ച നടക്കാതിരുന്നതിനെക്കുറിച്ചുള്ള ശ്രീ കൃഷ്ണദാസിൻ്റെ വാദം യുക്തിപരമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ബാലഗോപാല ഡൽഹിയിലേക്ക് നെഞ്ചും വിരിച്ച് എന്നാണല്ലോ. ആർക്കാ മുട്ടിടിച്ചത് വരാൻ? എന്നാൽ പിന്നെ ആ ചർച്ച നടത്തിയിട്ട് ബാലഗോപാലിനെ അങ്ങ് തോപ്പിച്ചിട്ട് ആ റിപ്പോർട്ട് എടുത്തുകൊണ്ടിരുന്ന് കൊടുത്താൽ പോരായിരുന്നു. നിങ്ങളുടെ നിർമ്മലാ സീതാരാമനെ, ഈ മുട്ടിടിക്കാത്ത നിർമ്മലാ സീതാരാമനെ തടഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? അതുകൊണ്ട് മുട്ടിടിക്കാതെ തൻ്റെ ഇടത്തോടെ തലയുയർത്തി പിടിച്ചൊരു പിണറായി വിജയനും തലയുയർത്തി ഡൽഹിയിലേക്ക് പോയ ബാലഗോപാലിനെയാണ് കേരളം കണ്ടത്, ഇന്ത്യ കണ്ടത്. ബാലഗോപാലിൻ്റെ മുന്നിൽ നിന്ന് മുട്ടിടിച്ച് ഒളിച്ചോടിയ നിർമ്മലാ സീതാരാമനെയാണ് നമ്മൾ കണ്ടത്. ഇനി ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് സാറിനോട് ഒരു കാര്യം പറയാൻ കേട്ടോ. നമ്മൾ പറയുമ്പോൾ ഒരു ചാനൽ ചർച്ചയ്ക്ക് നമുക്കൊരു നിലവാരം വേണ്ടേ? കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ കണക്കെന്ന് പറയുന്നത് ബാലഗോപാൽ കൈകാര്യം ചെയ്യുന്ന കണക്കാണോ, അല്ല നിർമ്മലാ സീതാരാമൻ ചെയ്യുന്ന കണക്കാണോ? ഇതെല്ലാം ബഡ്ജറ്റ് പ്രകാരം വ്യവസ്ഥാപിതമല്ലേ? ആ വ്യവസ്ഥാപിതമായ കണക്കുകൾ എണ്ണിയെടുക്കുന്നതും കൂട്ടിയെടുക്കുന്നതും മന്ത്രിമാരാണോ? നിങ്ങൾ ഏത് ലോകത്ത് ജീവിക്കുന്നവരാണ്? കണക്ക് പറയാൻ മുട്ടിടിക്കും. എന്ത് മുട്ടിടിക്കാൻ? നമ്മളൊരു ചർച്ച പറയുമ്പോഴത്തേക്കും അത് നിങ്ങൾ മുമ്പേ പറഞ്ഞല്ലോ, പ്രയോഗം നടത്തിയല്ലോ, തെരുവ് ഭാഷണം. ഞാൻ തെരുവ് ഭാഷണം ഇഷ്ടപ്പെടുത്തിയ ആളാണ്. കാരണം തെരുവിലെ മനുഷ്യരെന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ സമ്പത്താണെന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തെരുവിലെ മനുഷ്യരോട് തെരുവ് ഭാഷണം നടത്തിയതിൽ അഭിമാനിക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ബാലഗോപാലിന് മുട്ടിടിക്കുകയല്ല ചെയ്തത്, നിർമ്മലാ സീതാരാമനാണ് മുട്ടിടിച്ചത്. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ഞങ്ങളുടെ പോയിന്റ് കൃത്യമാണ്. ഞങ്ങൾ ഉന്നയിച്ച നിയമപരമായ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമാണ് രാജ്യത്തെ സുപ്രീം കോടതി കൈകാര്യം ചെയ്യാൻ പോണത്. അത് രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിൽ, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിനകത്തെ യൂണിയൻ സർക്കാരും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള ധനകാര്യ ഫെഡറലിസം സംബന്ധിച്ച ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ആവിർഭവിച്ച ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ പോരാട്ടത്തിൻ്റെ, നിയമ പോരാട്ടത്തിൻ്റെ പുതിയ വിഹായുസുകളിലേക്ക് ആ നിയമ പോരാട്ടത്തെ കേരളം വളർത്തിയിരിക്കുന്നു. അതോടുകൂടി കേരളം ഇന്ത്യക്ക് മുന്നിൽ ഒരു വഴി കാണിക്കുകയാണ്. നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ ഇന്ത്യ രാജ്യത്ത് എത്ര അട്ടിമറികൾ നടത്തിയാലും കീഴടക്കപ്പെട്ടിട്ടില്ല ഇന്ത്യ. ഇന്ത്യ കീഴടങ്ങിയിട്ടില്ല മോദിക്ക് മുന്നിൽ, RSSന് മുന്നിൽ. ആ പോരാട്ടം ഞങ്ങൾ തുടരും. അതാണ് ഞങ്ങളുടെ അഭിമാനം. റൈറ്റ്. ഞാൻ ശ്രീ സജീവനിലേക്ക് കൂടി വന്ന് ഈ ചർച്ച ഒന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. താങ്കൾക്കൊരു ക്യാപ്ഷൻ നിരന്തരം പറഞ്ഞതുകൊണ്ടാണ്, ശ്രീ കൃഷ്ണദാസ് പറഞ്ഞതുകൊണ്ടാണ്, തെറ്റിദ്ധരിക്കപ്പെട്ട സജീവൻ. ഇല്ല, ഇതില് തെറ്റിദ്ധാരണയൊന്നുമില്ല. ഇപ്പൊ കൃഷ്ണദാസ് പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് തന്നെ ഇപ്പൊ നിർമ്മലാ സീതാരാമൻ മുട്ടടിക്കൽ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. നിർമ്മലാ സീതാരാമനും ബഹുമാനപ്പെട്ട സജീവൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നല്ല ഞാൻ പറയുന്നത്. കേസ് കൊടുക്കുന്നത് സെക്രട്ടറിമാരും അഡീഷണൽ സെക്രട്ടറിമാരുമാണ്. അത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ എന്നല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടുമല്ല. പക്ഷേ മന്ത്രിതല ചർച്ചകളുടെ സമയമായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിന് തന്നെ ഒരു വിശദീകരണം നൽകുക. കാരണം കേസ് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി കേസ് കൊടുക്കുമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കേസ് കൊടുക്കുമോ? അത് സംസ്ഥാന സെക്രട്ടറിമാരാണ് കൊടുക്കുക. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. പക്ഷേ കേരളവും കേന്ദ്രവും തമ്മിൽ ഇക്കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന് കോടതി പറയുമ്പോൾ, സുപ്രീം കോടതി അങ്ങനെ പറയുമ്പോൾ, അത് സെക്രട്ടറിമാർ തമ്മിൽ ചർച്ച ചെയ്യണം എന്നുള്ള അല്ല അർത്ഥം.
ഏതെങ്കിലും ക്ലർക്കുമാർ തമ്മിൽ ചർച്ച ചെയ്യണം എന്നുള്ളതല്ല അർത്ഥം. അവിടെ ഈ രണ്ട് മന്ത്രിമാർ, കാരണം ആശയപരമായ കാര്യം മാത്രമല്ല അതിലുള്ളത്, ഇതിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്, അതിലെടുക്കേണ്ട കൃത്യമായിട്ടുള്ള നിലപാടുകളുടെ പ്രശ്നമുണ്ട്. അത് ഒരു സെക്രട്ടറിക്ക് എടുക്കാൻ പറ്റില്ല. അവർക്ക് ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കോടതി ഇതിൽ പറയുമ്പോൾ തന്നെ അതിൽ ബന്ധപ്പെട്ട മന്ത്രിമാർ ചർച്ച ചെയ്യുക, അത് ആധികാരികമായിട്ട് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയുന്ന ആളുകൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ആ ചർച്ച ബാലഗോപാൽ പറയുന്ന മുഴുവൻ കളവാണ് എങ്കിൽ, ബാലഗോപാൽ പറയുന്ന മുഴുവൻ വസ്തുതാവിരുദ്ധമാണെങ്കിൽ നിർമ്മലാ സീതാരാമന് കിട്ടിയ ഏറ്റവും വലിയ അവസരമായിരുന്നില്ല ഇത്. ബാലഗോപാൽ പറയുന്ന ഇതെല്ലാം തെറ്റാണ് എന്ന് സ്ഥാപിക്കാമായിരുന്നു. നന്ദി 3 പേർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്. ഏതായാലും കേസ് പിൻവലിച്ച് വരൂ, പണം തരാം എന്ന് കേന്ദ്രം പറഞ്ഞപ്പോൾ അതിന് മനസ്സില്ല എന്ന് തന്നെയാണ് കേരളം ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ആ നിലപാട് കേരളം എടുക്കുമ്പോൾ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ കാട്ടുന്ന അങ്ങേയറ്റം അപകടകരമായ ഭരണഘടനാ വിരുദ്ധമായ നിരവധി വിഷയങ്ങൾ ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതാണ് കേരളം ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ചാണ് ധനകാര്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. BJPയുടെ വിരുദ്ധ നിലപാട്, ഇക്കാര്യത്തിൽ വിമർശനപരമായ നിലപാട് അത് ശ്രീ കൃഷ്ണദാസ് അവതരിപ്പിച്ചു. എന്തുകൊണ്ടാണ് കേരളം ഇത്ര വലിയ പോരാട്ടം നിയമപരമായും രാഷ്ട്രീയമായും നടത്തുന്നത് എന്നതാണ് ശ്രീ അനിൽകുമാർ വിശദീകരിച്ചത്. കേരളത്തോട് കാട്ടുന്ന ഈ സമീപനത്തിലെ കടുത്ത അനീതിയെക്കുറിച്ചാണ് ശ്രീ സജീവൻ സംസാരിച്ചത്.